മുരളീധരൻ മാഷ്, പ്രിയപ്പെട്ടവരെ. ഈ എന്നുള്ളത് ഈ കവിത വാക്കും വാക്കിന്റെ അടരുകളും എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ ഈ കവിത വാക്കും വാക്കിന്റെ അടരുകളും എന്ന് ഒരു വിഷയം എടുക്കുമ്പോൾ ആ വിഷയം കുറച്ചുകൂടി അക്കാദമികമായി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകും എന്ന് ഞാൻ മുന്നിൽ കണ്ടിരുന്നു. പക്ഷെ അത് അത്ര കണ്ട് അക്കാദമികമാക്കാതെ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് സ്വയം മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ അതിന്റെ അക്കാദമിക വിവക്ഷകളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. കാരണം നമ്മുടെ ഈ ക്യാമ്പ് എല്ലാവരും കൂടിയിരിക്കുന്നു, കവിത വായിക്കുന്നു, എല്ലാവരും കവിതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, എല്ലാ ചർച്ചകളും പ്രസക്തമായി തീരുന്നു. അങ്ങനെയാണ് ഈ ക്യാമ്പ് വിജയിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഈ മാധവൻ പുറച്ചേരി മാഷ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം, 2009 15 കൊല്ലങ്ങൾക്ക് മുമ്പ് പറശ്ശിനിക്കടവ് വെച്ച് ഒരു ക്യാമ്പ് നടക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ. എൻ്റെ ആദ്യത്തെ ഒറ്റയ്ക്കുള്ള ട്രെയിൻ യാത്രയാണ് അത്. അന്ന് എനിക്ക് 16 വയസ്സാണ്, ഇന്ന് 31 വയസ്സാണ്. അപ്പൊ ഞാൻ ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ആ ക്യാമ്പ് എന്ന് പറയുന്നത് 3 ദിവസം നിൽക്കുന്ന ക്യാമ്പാണ്, കേരള സാഹിത്യ അക്കാദമിയുടെ ക്യാമ്പാണ്. അപ്പൊ ആ ക്യാമ്പിന്റെ പേര് തന്നെ എഴുത്ത് വിളക്ക് എന്നാണ്. എന്ന് വെച്ചാൽ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന പുതിയ കുറെ ആൾക്കാരെ മാത്രം മുന്നിൽ കാണുന്ന ക്യാമ്പ്. അതിലന്ന് ഈ 3 ദിവസവും ഇങ്ങനെ ക്ലാസ് ഒക്കെ നടക്കുന്നു. രണ്ടാമത്തെ ദിവസം രാത്രി എല്ലാവർക്കും അവരുടെ സൃഷ്ടികൾ വായിക്കാനായിട്ട് ഉള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് ആ ക്യാമ്പ് മാറുകയാണ്. അപ്പൊ ആ ക്യാമ്പിൽ നമ്മളിരിക്കുന്ന ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിനെ നയിക്കാനായിട്ട് ഒരു കവിയെ വിടും. അപ്പൊ ഞങ്ങളുടെ ഇതിൽ 2 കവികളുണ്ടായിരുന്നു. അതിലൊന്ന് AC ശ്രീഹരി, മറ്റൊന്ന് മാധവൻ പുറച്ചേരി മാഷുമാണ്. പുറച്ചേരി മാഷ് എന്നെ ഓർക്കുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ രജനികാന്തിനെ എല്ലാവർക്കും അറിയാം, രജനികാന്തിന് എല്ലാവരെയും അറിയണമെന്നില്ലല്ലോ എന്ന് പറയും പോലെ. അവൻ മാധവൻ പുറച്ചേരി മാഷ് അവിടെ ഇരുന്ന്, അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ മാഷ് ഇങ്ങനെ കവിതയെക്കുറിച്ച് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഓരോരുത്തർ കവിത വായിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ആദ്യമായി ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന്റെ വല്ലാത്തൊരു തരം ഭയഭക്തി ബഹുമാനങ്ങളുണ്ട്. അപ്പൊ ഞാൻ വായിച്ച കവിത, അപ്പം അവിടെ അന്ന് തലയെടുപ്പുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പൊ ശ്രീജിത്ത് അരിയല്ലൂര്, PR രതീഷ്, പവിത്രൻ തീക്കുനി, വിമീഷ് മണിയൂര്, അവരെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവരെല്ലാം ക്യാമ്പ് അംഗങ്ങളാണ്. ഞങ്ങളെല്ലാം ക്യാമ്പ് അംഗങ്ങളായി നിൽക്കുകയാണ്. കൽപ്പറ്റ മാഷും ഒക്കെയാണ് ക്ലാസ് എടുക്കാനൊക്കെ വന്നിട്ടുള്ളത്. അപ്പം പുറച്ചേരി മാഷ്, ഞാനിങ്ങനെ കവിത വായിച്ചതിന് ശേഷം പുറച്ചേരി മാഷ് പറഞ്ഞു, ആ കവിത ഇങ്ങനെ ആ കവിത കൊള്ളാം കേട്ടോ, ആ കവിതയുടെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അത് ഞാൻ പെട്ടെന്ന് ഈ അനീഷ് വെങ്ങാട്ട് കവിത വായിച്ചതിന്റെ സ്ട്രക്ചറിലാണ് ഞാൻ ആ കവിത വായിക്കുന്നത്. ഓരോ ദിവസത്തിനും ഓരോ നിർവചനം കൊടുത്തുകൊണ്ടാണ് ഒരു കവിത എഴുതി വായിക്കുന്നത്. മാഷ് ഇങ്ങനെ ആ നല്ല കവിതയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പം അവിടെ കൂടിയിരുന്നവരും അതേ അഭിപ്രായം ശരിവെച്ചു. അപ്പൊ ഇങ്ങനെ കവിതയെക്കുറിച്ച് ഇങ്ങനെ അത് സത്യത്തിൽ വലിയൊരു പ്രചോദനമായിരുന്നു. ഈ കവിതാ വഴിയിൽ നടക്കണോ, അല്ലെങ്കിൽ അന്നൊരു പക്ഷെ കവിത വളരെ മോശമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ കൊച്ചുകുട്ടിയായ ഒരു 16 വയസ്സുകാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ ഒറ്റയ്ക്ക് ട്രെയിനിങ് കയറി പറശ്ശിനിക്കടവ് ആ ക്യാമ്പിൽ ചെന്ന് ആരെയും അറിയാതെ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്ന എനിക്കുണ്ടാകാൻ കഴിയുന്ന ഒരു സങ്കോചമുണ്ട്. അല്ലെങ്കിൽ ഇനി കവിതയിൽ തുടരണോ, കവിത വേണോ എന്നുള്ളത്. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെ മോശം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കവിതയിൽ തുടർന്നേനെ. അത് നമ്മുടെ ഉള്ളിന്റെ ഒരു ഇതാണല്ലോ, ഉൾവിളിയാണല്ലോ കവിത എന്ന് പറയുന്നത്. മാഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുകയാണ്, തലേന്ന് ഒരു പക്ഷെ അതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒന്നാണ് സത്യത്തിൽ ഈ ഒരു ക്യാമ്പിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അത് ഏതൊരു ക്യാമ്പിന്റെയും സൗന്ദര്യം അത് തന്നെയാണ്. മറ്റൊന്ന്, ഇപ്പൊ ഞാൻ നിർഗളമായി പഠിച്ച കുറെ നിർവചനങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ആ നിർവചനങ്ങളല്ല സത്യത്തിൽ കവിത. ഇപ്പൊ വേർഡ്സ്വർത്ത് ഇന്നതാണ് കവിത എന്ന് പറഞ്ഞാൽ വേർഡ്സ്വർത്തിനെ പോലെ തന്നെ നമ്മൾ കവിത എഴുതണമെന്ന് വെച്ചാൽ നിങ്ങൾ പമ്പര വിഡ്ഢികളായി മാറും. ആ കവിത ഒരിക്കലും ഒരു തരത്തിലുള്ള വ്യതിചലനം ഉണ്ടാക്കില്ല എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്ന വിഷയം കവിത വാക്കും വാക്കിന്റെ അടലുമാണ്. ഇപ്പൊ നമുക്ക് കവിത എഴുതാൻ നമ്മുടെ കയ്യിൽ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ വാക്കാണ് വേണ്ടത്. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഏറ്റവും വലിയുള്ള ബേജാർ എന്ന് പറയുന്നത് പ്രസിദ്ധീകരിക്കാനായിട്ട് കഴിയുന്നില്ല, അതിനുള്ള പ്രതലങ്ങളില്ല, ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇട്ട വേണ്ടത്ര കമന്റുകളില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് പിന്നിൽ ഒരു നിഗൂഢ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പലതരത്തിലുള്ള വിഷമങ്ങളും സങ്കടവും. പക്ഷെ ഈ വാക്ക് എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് എത്ര കണ്ട ആളുകൾ ഇങ്ങനെ ബേജാറായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഈ വാക്കെന്ന് പറയുന്നത് വളരെ ഈ വാക്കിന് വേണ്ടിയിരിക്കുന്ന ഒരു ധ്യാനാത്മകത ഉണ്ടല്ലോ. നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നാണ് കവിതയെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് കവിതയല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ഹ്രസ്വകാലത്തേക്കുള്ള കവിയാണ്, നിങ്ങൾ ഒരിക്കലും ദീർഘകാലത്തേക്കുള്ള കവിയല്ല. കാരണം നിങ്ങൾ ഒരു വാക്ക് തിരഞ്ഞെടുക്കും. കാരണം ഈ അണ്ടകടാഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വാക്കുകൾ മുഴുവൻ.
ഈ വാക്കിൽ നിന്നാണ് നമ്മൾ കുറെ വാക്കുകൾ മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുന്നത്. ഒരു ശില്പി ഒരു വലിയൊരു പാറയിൽ വന്നിട്ട് ആ പാറയിലെ എല്ലാം ചെത്തിക്കളഞ്ഞ് അവസാനം അതിൽ നിന്നൊരു കൃഷ്ണശില ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വാക്കുകളെ മുഴുവൻ ചെത്തി കളഞ്ഞിട്ടാണ് നമ്മളൊരു കവിത എന്ന് പറയുന്ന ഒരു ശില്പഭദ്രമായ ഒരു രൂപത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അത് സൃഷ്ടിച്ചെടുക്കുക എന്ന അനായാസമായ ഒരു പ്രവൃത്തിയല്ല. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ കവിത എഴുതി പിന്നീട് കവിത എഴുതി അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ചങ്ങമ്പുഴ അങ്ങനെ എഴുതിയ ഒരു കവിയാണെന്ന് പലരും പറയാറുണ്ട്. രാവിലെ എഴുതും, വൈകുന്നേരം എഴുതും, കാശിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ എഴുതി പ്രസിദ്ധീകരണങ്ങൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ ചങ്ങമ്പുഴ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ടാകാം. ആ ലോകത്ത് ഈ നൊബേൽ പ്രൈസ് കിട്ടിയ വിസ്വാവോ ഷിംബോസ്ക എന്ന് പറയുന്ന കവി അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ രാത്രികളിൽ ഞാനിങ്ങനെ എഴുതാനിരിക്കും, രാത്രികളിൽ എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ. വിസ്വാവോ ഷിംബോസ്ക പെണ്ണാണ്. അപ്പൊ നമ്മൾ അതിന്റെ അവരുടെ ഒരു കുടുംബ പശ്ചാത്തലം കൂടി നോക്കണം. അങ്ങനെ രാത്രിയിൽ കവിത എഴുതാനിരുന്നിട്ട് ഞാൻ എഴുതി വെക്കുന്ന കവിത ഈ രാത്രി താണ്ടു മുമ്പേ തന്നെ അത് എന്റെ മുന്നിലിരിക്കുന്ന ഒരു വേസ്റ്റ് ബോക്സിനകത്ത് ഞാൻ ചുരുട്ടി കൂട്ടി എറിയുമെന്നാണ് അവർ പറയുന്നത്. വെറും 300 പോലും ഇല്ല, 300 തികഞ്ഞിട്ടില്ല കവിത. അത്ര കവിത മാത്രം എഴുതിയാണ് ഒരു 70 കൊല്ലക്കാലം ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് വിസ്വാവോ ഷിംബോസ്ക കടന്നുപോയത്. നൊബേൽ പ്രൈസ് കിട്ടി. അവരുടെ ഏറ്റവും പ്രസിദ്ധമായ ഈ കല്ല് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, സ്റ്റോൺ. അത് നമ്മൾ ഈ കല്ലെടുത്തിട്ട് അവർ പറയാണ്, കല്ലിനെ ഇങ്ങനെ കൊട്ടുകയാണ്, നമ്മൾ ഡോർ കൊട്ടുന്നത് പോലെ കല്ലിനെ ഇങ്ങനെ കൊട്ടിയിട്ട് വരും. കല്ലേ നീ ഒന്ന് തുറക്കൂ, നിന്റെ അകത്ത് എന്താണ് ഇരിക്കുന്നത്, ഞാൻ അകത്ത് കയറിക്കോട്ടെ നോക്കട്ടെ എന്ന് പറയുന്നത്. ഇതാണ് ഒരു വിനിമയം എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യരോട് വിനിമയം ചെയ്യും പോലെ നമ്മൾ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു കുഞ്ഞു കല്ലിനെ എടുത്ത് കൊട്ടിയിട്ട് നീ തുറക്കൂ, അതിനകത്ത് ഞാൻ വരട്ടെ, നിന്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വിനിമയം ഉണ്ടല്ലോ. ആ വിനിമയത്തിന്റെ ആ അപരിമയമായ ഭാഷയുടെ ഒരു 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 ഘടനയാണ് നമ്മൾ കവിത എന്ന് പറയുന്നത്. ആ വിസ്വാവോ ഷിംബോസ്ക ചെയ്ത്. അത് ഈ വാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഒരു വാക്കായിരിക്കാം, പക്ഷെ അത് അനേകം വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. ഇപ്പൊ നമ്മളത് ഭാരതീയ കാവ്യമീമ സൗന്ദര്യ സങ്കല്പം അനുസരിച്ച് അതിനെ ധ്വനി എന്നൊക്കെ പറയും. ആനന്ദവർദ്ധനാണ് ധ്വനിയെ കുറിച്ച് ഏറ്റവും നന്നായി പറഞ്ഞിട്ടുള്ളത്, ധ്വന്യാലോകം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ധ്വനിയെ പറ്റി കാവ്യസാത്മാ ധ്വനി എന്നാ പറയുന്നത്. കവിതയുടെ ആത്മാവ് തന്നെ ധ്വനിയാണ്, വാക്കാണ്. ആ വാക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. നിങ്ങളിപ്പം ഈ വാക്ക് വെച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ഗിമ്മിക്ക് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ വാക്കില്ലാത്ത കവിത വെച്ച് നിങ്ങൾക്ക് കുറച്ച് മനുഷ്യരെ വിശ്വസിപ്പിക്കാൻ പറ്റും. ഈ വാക്കില്ലാത്ത കവിത വെച്ച് നിങ്ങളുടെ കുറെ സുഹൃത്തുക്കൾ നല്ലത് പറഞ്ഞതിരിക്കും. പക്ഷെ വാക്കില്ലെങ്കിൽ ആത്യന്തികമായ അത് കവിതയല്ല. അതുകൊണ്ടാണ് ദണ്ഡിയുടെ വാചക മാഷ് എടുത്തു തന്നെ പറഞ്ഞത്, ഈ ഭാഷയില്ലായിരുന്നെങ്കിൽ, ശബ്ദമില്ലായിരുന്നെങ്കിൽ ഈ ലോകം തന്നെ ഇരുളാണ്ടു പോയേനെ എന്ന് പറയുന്ന ദണ്ഡിയുടെ ഏറ്റവും ഉദാത്തമായ വാക്യമാഷ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അപ്പൊ ഈ കവിതയുടെ അതുകൊണ്ടാണ് അയാൾ കവി എന്ന് പറയുന്നത്. ഇപ്പൊ അദ്ദേഹം കവിയെ പറ്റി പറയുമെന്ന് പറയുന്ന എന്താണ്, അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി യഥാസ്മേ രോചതേ വിശ്വം തദേതം പരിവർത്തത എന്നാണ്. എന്ന് വെച്ചാൽ ഈ അപാരമായ കാവ്യലോകത്തെ കവി മാത്രമാണ് പ്രജാപതിയുള്ളത്. കാരണം ഈ വാക്കുകൾ കൊണ്ട് അമ്മാനാടുകയാണ്. ഈ വാക്കുകൊണ്ട് അങ്ങ് മാറ്റാം ഇങ്ങ് മറക്കുക, ഇതെല്ലാം അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്ന് ഈ ആനന്ദവർദ്ധനൻ ധ്വന്യാലോകത്തിനകത്ത് പറയും. ഇത് തന്നെയാണ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സും പറയുന്നത്. ഇല്ല, മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ആണ് സത്യത്തിൽ ഈ ഭാഷയിൽ നമുക്ക് കുറേയേറെ സ്വാതന്ത്ര്യം എന്നത്. നിങ്ങളിപ്പം ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ, ഞാൻ ഇന്നലെ കവിത വായിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, പലരുടെ ഉച്ചാരണമല്ല. ഈ അഗാധം എന്ന് പറയുമ്പോൾ ധ എന്ന് പറയുന്ന ഒന്നും നമുക്ക് പലർക്കും ഉച്ചരിക്കാനായിട്ട് കഴിയുന്നില്ല. ഭാരതത്തിന്റെ ഭ ഉച്ചരിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ ഉച്ചാരണ ശുദ്ധി എന്ന് പറയുന്നത് വേണം എന്ന് നമ്മൾ വ്യാകരണം പഠിപ്പിക്കുന്ന എല്ലാ വ്യാകരണന്മാരും നമ്മുടെ അടുത്ത് പറയും. പക്ഷെ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് പറയാം, നിങ്ങൾ വേണമെങ്കിൽ ഭാരതം എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ വേണമെങ്കിൽ കഥ എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഈ ധായും ഭായും ഷായും ഷായും ഒന്ന് നിങ്ങൾ ഇതാവണ്ട, നിങ്ങളിപ്പം ദോശയെന്നോ അല്ലെങ്കിൽ ദോഷമെന്നോ എന്നൊന്നും എടുത്തു പറയണ്ട. നിങ്ങൾ വേണമെങ്കിൽ എന്താണ് ദോഷത്തിന് ദോഷമെന്ന് തന്നെ പറഞ്ഞു, ദോഷം എന്ന് പറയണ്ട, ഷാ പറയുന്ന തുപ്പല് തെറിക്കും. അത് നമുക്ക് അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്ന മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്. ഇതിനകത്തുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊരു വാക്കിങ്ങനെ ഒരു കവിതയിൽ ഒരു വാക്കിങ്ങനെ കൊണ്ടുവരുന്നു, ഈ വാക്ക് അതിന്റെ ഉപരിപ്ലവമാണ്, സർഫസ്, അത് ഉപരിപ്ലവമായി ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് അഗാധതയിൽ എന്തോ ഒരു സാധന ആ വാക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. അഗാധത വളരെ പ്രധാനമാണ്. കവിതക്കകത്ത് വൈലോപ്പിള്ളിയുടെ കവിതകളെല്ലാം എടുത്ത് നോക്കൂ, പറയുന്ന മുഴുവൻ കടൽക്കാക്ക എന്ന് പറയുന്ന ഒരൊറ്റ കവിത വൈലോപ്പിള്ളിയുടെ, അല്ലെങ്കിൽ മാമ്പഴം എന്ന് പറയുന്ന ഒരൊറ്റ കവിത എടുത്ത് നോക്കൂ. നമ്മൾ വിചാരിക്കുന്ന കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു കലഹത്തിന്റെ ഇത്, വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരു എൻകണ്ണനെ തരസാ നുകർന്നാലും തായതൻ നൈവേദ്യം നീ പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ എന്നാണ്. ആ കുണുക്കത്തിനെ എങ്ങനെയാണ്, ആ കുഞ്ഞിന്റെ കുണുക്കത്തിന് അങ്ങനെ നമുക്ക് അതല്ലാണ്ട് എങ്ങനെയാ പറയാൻ പറ്റുക? ഈ പിണങ്ങിപ്പോയിടിലും നാവച്ചുള്ള കളിയാ, പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി രണ്ട് കുണുക്കം, ആ കുണുക്കത്തിനകത്ത് ഇത് ഈ സാധനം പറയുന്നത്. അതിനകത്ത് വലിയൊരു വൈകാരികത, ആ കവിതയുടെ ഉടനീളം ഈ ഒരു വൈകാരികത നമ്മളിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും. അവസാനം പറയുന്നത് ഈ ഒരു തൈ കുളിർക്കാറ്റായ അരുമ കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്രയിച്ച് മരിച്ചുപോയി കുഞ്ഞ്. പക്ഷെ മരിച്ചുപോയ കുഞ്ഞിനി വരില്ല എന്നുള്ളത് നമുക്കറിയാം, യുക്തി കൊണ്ട് നമുക്കറിയാം. പക്ഷെ കവിതയിൽ ഒരു വേറെ യുക്തിക്കപ്പുറമുള്ള ഒരു വിചാരം കൊണ്ടുവന്നു. അതിൽ നിന്നൊരു കുളിർക്കാറ്റായി വന്ന ആ കുഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചു. അപ്പൊ ആ കെട്ടിപ്പിടിച്ച കുഞ്ഞിന്റെ ആ ഒരു കെട്ടിപ്പിടുത്തം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു വികാരം ഉണ്ട്.
ഇത് കവിതയ്ക്കകത്ത് മാത്രം ഇങ്ങനെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അഗാധമായ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നോം ചോംസ്കി പറയുന്നുണ്ട്, സർഫസ് സ്ട്രക്ചർ അല്ല, ഡീപ്പ് സ്ട്രക്ചർ ആണ് ഭാഷയിൽ പ്രധാനം. സർഫസ് സ്ട്രക്ചർ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് കവിത. അത് അകത്തിങ്ങനെ തന്നെ കിടക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ തന്നെ പ്രാർത്ഥിക്കുന്നത്, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നിയണം കാലേ കാലേ എന്നാണ്. എനിക്ക് ഈ സമുദ്രത്തിൽ കടന്ന് തിരകൾ ഇങ്ങനെ അടിക്കുന്നത് പോലെ എനിക്ക് എന്ത് ചെയ്യണം, വാക്കുകളാണ് എനിക്ക് വേണ്ടത്. ആ വാക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കവിത എഴുതാൻ കഴിയൂ എന്നാണ്. NV കൃഷ്ണവാര്യര് പിൽക്കാലത്ത് ആധുനികതയിലേക്ക് കടക്കും മുമ്പ് മലയാള കവിതയിൽ കാൽപ്പനികതയെ വിച്ഛേദിക്കുന്ന ഒരു പ്രതികാൽപ്പനിക ഘട്ടമുണ്ട്. ആ പ്രതികാൽപ്പനിക ഘട്ടം എന്ന് പറയുന്നത് അധികം ആൾക്കാരും തിരിച്ചറിയാത്ത കുറെ കവികളുടെ ഘട്ടമാണ്. കാൽപ്പനികത എന്ന് പറയുന്നത് ഒരു വസന്തം പോലെ പെയ്യുകയാണ്. ചങ്ങമ്പുഴ അല്ലെങ്കിൽ ഇടപ്പള്ളി ഒക്കെ നമ്മളിങ്ങനെ, കുഞ്ഞിരാമൻ നായർ, നമ്മൾ ഇടശ്ശേരി ഒക്കെ നമ്മളിങ്ങനെ വായിക്കുന്നു. ആധുനികത അയ്യപ്പ പണിക്കര്, സച്ചിദാനന്ദനൊക്കെ വരും. ഇതിനിടയിൽ നിൽക്കുന്ന ചില കവികളുണ്ട്. അതിലൊരാളാണ് NV കൃഷ്ണവാര്യര്. കൊച്ചുകൊമ്മൻ എഴുതിയ NV കൃഷ്ണവാര്യര്, മദ്രാശിയിൽ ഒരു സായാഹ്നം എഴുതിയ NV കൃഷ്ണവാര്യര്. അപ്പൊ അദ്ദേഹം മദ്രാശിയിൽ ഒരു സായാഹ്നത്തിൽ അദ്ദേഹം ഈ പെണ്ണ് ഇങ്ങനെ പെണ്ണിനെ മദ്രാസിൽ അവളെ ഹോസ്റ്റലിൽ പഠിക്കണം, ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടിയെ നേരെ ചെന്ന് വിളിച്ച് അവളുമായിട്ട് കറങ്ങാൻ പോകുന്നു ഒരു ചെറുക്കൻ. ആ ചെറുക്കനും ഹോസ്റ്റലിൽ നിൽക്കുന്നു, അവളും ഹോസ്റ്റലിൽ നിൽക്കുന്നു. അവളുടെ ഹോസ്റ്റലിൽ ചെന്ന് അവളെ വിളിച്ച്, രണ്ടുപേരും കേരളത്തിലോ പുറത്തോ എവിടെയോ ഉള്ളവരാണ്, ആ സ്ഥലത്ത് നിന്ന് പഠിക്കുന്നവരാണ്. അവിടെ അനുവദിച്ച് കിട്ടിയ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർ കറങ്ങാൻ പോകുമ്പോൾ അവിടെ ഒരു വയസ്സായ വൃദ്ധൻ ആ ഹോസ്റ്റൽ പഠിക്കല് ഇങ്ങനെ ചുമച്ച് കഫം തുപ്പി അയാൾ മരിക്കാൻ കിടക്കുകയാണ്. പക്ഷെ അയാൾ മരിക്കാൻ കിടക്കുന്ന അയാളുടെ കാഴ്ചയെക്കാളേറെ ഇവർക്ക് ഇഷ്ടമെന്ന് പറയുന്നത് അവളിപ്പോ ഇറങ്ങി വരുമല്ലോ, അവളുടെ കൈ പിടിച്ച് നേരെ കോഫി ഹൗസിൽ ചെന്ന് ചായ കുടിക്കാമല്ലോ. അപ്പൊ ചായ കുടിക്കുമ്പോൾ ആ കിളവനെ ഓർക്കുന്നുണ്ട്, പക്ഷെ അയാൾ എന്നാലും ഇതാണ്. എന്നിട്ട് തിയേറ്ററിൽ പോകുന്നു, രണ്ടുപേരും ഒരു ലിപ് ലോക്ക്, ഒരു കിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കിസ് ചെയ്തിട്ട് അവ പറയുന്നുണ്ട്, അയാൾക്ക് ഒരു സംശയം, അതായത് എൻ ചുണ്ടിൽ ഒട്ടിട കൂറിയ മാധുരി നിൻ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ എന്നാണ്. ഞാൻ നിന്നെ ഉമ്മ വെച്ചപ്പോ ഒരു മധുരം എന്റെ ചുണ്ടിൽ കിട്ടി, ആ മധുരം സത്യത്തിൽ നിന്റെ ചുണ്ടിനുള്ളതാണോ അത് ലിപ്സ്റ്റിക്കിനുള്ളതാണോ എന്നുള്ളതാണ്. അതാണ് പ്രതികാൽപ്പനിക ഘട്ടം, നിന്റെ ചുണ്ടിന്റെ മധുരം. അതാണ് കുടൂർ ഉത്സവം പറയുന്നത്. ഓരോ രണ്ടാമത്തെ ഉമ്മ വയ്ക്കലിലുമാണ് വായ്നാറ്റം അനുഭവപ്പെടുന്നത് ഒരു കാമുകന്മാർക്ക്. ഒന്നാമത്തെ ഉമ്മയിൽ വായ്നാറ്റം നമുക്ക് കിട്ടില്ല, രണ്ടാമത്തെ ഉമ്മയിലാണ് വായ്നാറ്റം അനുഭവപ്പെടുന്നതെന്ന് അത് അനുഭവിച്ച എല്ലാ മനുഷ്യനും അറിയാം. അത് ഈ എണസ്റ്റ് ഹെമിംഗ്വേയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഇതുണ്ടല്ലോ, ഈ മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന് പറയുന്ന കഥ. അതിനകത്ത് പറയുന്നുണ്ട്, എന്റെ ഭാര്യ സുന്ദരിയാണ്, അകലിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം. അരികിലേക്ക് പോകുമ്പോൾ അവളുടെ ഉറക്കം തൂങ്ങിയ കണ്ണുകളും കനത്ത കവളുകളും മഞ്ഞച്ച പല്ലുകളും അകലിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം സുന്ദരിയാണ്. മനസ്സിലായി? അരികിലേക്ക് പോകുന്നതോടെ ഈ ഒരു സാധനം എന്ന് പറയാൻ ഇത് വലിയ വാസ്തവമാണ്. അതിങ്ങനെ ബാഹ്യമായ സൗന്ദര്യമല്ല, ഈ ബാഹ്യ സൗന്ദര്യത്തിനപ്പുറം. അതുകൊണ്ട് വാക്കെന്ന് പറയുന്നത് നിങ്ങൾക്ക് പുറമേ നിങ്ങൾ കാണുന്ന വാക്കല്ല, ആ വാക്കിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രച്ഛന്നത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ എഴുത്തച്ഛൻ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പറയുന്നത് പോലെ ആ പിൽക്കാലത്ത് എഴുതിയ NV കൃഷ്ണവാര്യര് പറയുന്നുണ്ട്, ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ എന്ന് എഴുത്തച്ഛന്റെ വരിയെ തന്നെ ഒരു റെസിപ്രോക്കൽ, ഒരു വിൽക്രമക്രമത്തിൽ തിരിച്ചിട്ടുകൊണ്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്. ഈ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഇത്. ഈ വാക്കുകൾ എന്താണ് തന്നെ? വാക്കുകൾ കവിതയിൽ ഒരു ആശയം സൃഷ്ടിക്കും, വാക്കുകൾ കവിതയിൽ ഒരു വികാരം സൃഷ്ടിക്കും, വാക്കുകൾ കവിതയിൽ ചിലപ്പോൾ ചില വിച്ഛേദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് രീതിയിലാണ് വാക്കുകൾ കവിതയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഈ ഏതൊരു ഗ്രൂപ്പ് ചർച്ചയിൽ, രാജലക്ഷ്മി ചേച്ചിയുടെ പേര് അങ്ങനെയല്ലേ? അതെ, ഓക്കെ, സന്തോഷം. അതായത് ഇന്നലെ ഞാൻ ഈ കവിതയിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മറ്റാരെങ്കിലും കണ്ടോ എന്ന് പറയാം, കാണാത്തൊരു കാഴ്ച ഞാൻ കണ്ടു. അതായത് ഞാൻ നിങ്ങളോട് സംസാരിച്ച് ഈ അമ്മമാർക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള മലയാളത്തിലേക്ക് ഒരാൾ അമ്മയെ കുറിച്ചുള്ള കവിത വായിച്ചപ്പോൾ അമ്മമാർക്ക് വേണ്ടി മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള അനേകം കവിതകളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ഒരു കവിതയെ പറ്റി പറഞ്ഞു. അത് കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞു. രാജലക്ഷ്മി ചേച്ചി കരഞ്ഞു അല്ലേ? കരഞ്ഞില്ലായിരുന്നോ? കരഞ്ഞു നിങ്ങൾ. അത് രാജലക്ഷ്മി ചേച്ചി കണ്ണടയിൽ ആ കണ്ണീരിങ്ങനെ വന്ന് ആ കണ്ണീര് പിന്നെ ഒഴുകി വന്നു. പിന്നെ ഞാൻ അത് അവിടെ ഒരു സംസാരം വേണ്ടി. ഇതാണ് കവിതയുടെ ഒരു ഇതേ. നമ്മൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. നമ്മൾ ചിലപ്പോൾ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കേൾക്കുന്ന ഒരു കാര്യം, ചിലപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. അത് നമ്മൾ വല്ലാത്തൊരു വികാരം എന്ന് പറയുന്നത് സൃഷ്ടിച്ചിരിക്കും, ഉറപ്പാണ്. കവിത എന്ന് പറയുന്നത് നിങ്ങളിൽ ചിലപ്പോൾ ഒരു ആശയം, ഇപ്പൊ സച്ചിദാനന്ദൻ ഒരു കവിത വായിക്കുന്നു, നീ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അതിന് പിൻപുമുള്ള മഹാശൂന്യതയെക്കുറിച്ച്. അവർ നിന്റെ കടലാസ് പിടിച്ചു വാങ്ങി തുണ്ടാക്കി വിളിച്ചു പറയും, ഇത് രാജ്യദ്രോഹമാണ്, നീ ജീവിക്കാൻ അർഹനല്ല എന്ന് പറയുന്ന ഒരു ആശയമാണ്. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടംപററി ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് എടുത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആശയത്തെയാണ് ആ കവിത വെക്കുന്നത്. പക്ഷെ അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന കവിത നിങ്ങളുടെ മുന്നിൽ തരുന്നത് ഒരു വികാരമാണ്. എസ് ജോസഫിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന കവിത നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഒരു വിച്ഛേദമാണ്. കാരണം ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ എസ് ജോസഫ് അല്ല ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കും. മുഹമ്മദ് ദർവീഷിന്റെ ഒരു കവിതയുണ്ട് ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന കവിത. ആ ഐഡന്റിറ്റി കാർഡിനെ കൂടി മുന്നിൽ കാണുന്നുണ്ട്. ഞാനൊരു അറബി, കാട്ടറബി, കറുത്ത അറബി എന്ന് പറഞ്ഞുകൊണ്ട് അറബി പലസ്തീനിൽ അനുഭവിക്കുന്ന ഒരു സ്വത്വ സംഘർഷത്തെ കുറിച്ച് ആ കവിത ആവിഷ്കരിക്കുന്ന ആ കവിതയുടെ ഒരു സ്വഭാവം കൂടി ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടായിരിക്കണം ഐഡന്റിറ്റി കാർഡ് എന്ന പേരിട്ടുകൊണ്ട് ദലിതൻ ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നത്തെ ജോസഫ് പറയുന്നത്.
പൗരത്വ ഭേദഗതി ബില്ല് വരുമ്പോഴത്തേക്ക് മുസ്ലിം ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നത്തെ ആ കവിതയെ മുൻനിർത്തിക്കൊണ്ട് തിരിച്ചറി കാർഡ് എന്ന പേരിൽ, ഐഡന്റിറ്റി കാർഡ് തന്നെയാണ്, തിരിച്ചറി കാർഡ് എന്ന പേരിൽ അൻവർ അലി എഴുതി വെക്ക് എന്റെ പേര് അലി, തൊഴിൽ വാക്കുകെട്ടൽ, മക്കൾ ഇല്ല, ആധാർ ഇല്ല, മക്കൾ ധാരാളം, മിക്കവരും സർവകലാശാലകളിലോ ജയിലുകളിലോ ആണ്, എന്തേ പേടി തോന്നുന്നുണ്ടോ? പൗരത്വത്തെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ രാജ്യത്ത് ജീവിക്കുന്നതിന്റെ ഒരു ഭയം അതിനകത്ത് കൃത്യമായി. അപ്പൊ ഒരിടത്ത് സൃഷ്ടിക്കപ്പെട്ട മുഹമ്മദ് ദർവീഷിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന വാക്ക് മറ്റൊരു ഇന്ത്യൻ രാഷ്ട്രീയ കവിതയുടെ സ്വഭാവത്തിൽ, ഇന്ത്യയിലെ ഈ ജാതിയെ കവിതയാക്കുന്ന സ്വഭാവത്തിൽ എങ്ങനെ വന്നു ചേരുന്നു എന്ന് നമ്മൾ നോക്കണം. ഇത് വിച്ഛേദം, ജോസഫ് സൃഷ്ടിക്കുന്ന വിച്ഛേദം. ഇന്ന് പരമ്പരാഗത കവിതയിൽ നിന്ന്, ആധുനിക കവിതയിൽ നിന്ന് ജോസഫിന് ഈ വിച്ഛേദം സൃഷ്ടിക്കാൻ ചില വാക്കുകൾ ഉപകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ വാക്കിന്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വായന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വായന എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് വായിക്കാൻ കവിത മാത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂമ്പടഞ്ഞു പോകും. കവിതയുടെ പുറത്തുള്ള ഫിക്ഷൻ വായിച്ച ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിവ് കിട്ടും. ഇനി ഫിക്ഷന് പുറത്തുള്ള ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യന്റെ ചരിത്രം മുഴുവൻ വായിച്ചാൽ അതിനേക്കാളും കുറച്ചുകൂടി അറിവ് കിട്ടും. പിന്നെ നിങ്ങളുടെ നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോൾ, നിങ്ങളിപ്പോ പുഴ നടത്തത്തിന് പുഴയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ബസ് യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ, ഇവിടെ എല്ലാം നിങ്ങൾ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനം. ഇതിൽ നിന്നാണ് വാക്കുകളെ എവിടെ ഞാൻ വെക്കണം, ഏത് വാക്ക് തിരഞ്ഞെടുക്കണം. ഇപ്പൊ ഞാൻ ഈ മൈക്കിൽ നിന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ പോഡിയം നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു. പണ്ട് കാലത്ത് ഒരു 100 കൊല്ലം മുമ്പ് ഈ പോഡിയത്തിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ നമുക്ക് പോഡിയം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ചിത്രീകരണത്തിനുള്ള ഇതില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ മൈക്ക് അല്ലെങ്കിൽ പോഡിയം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഈ ശിലായുഗം മുതൽ മനുഷ്യന് ഈ ഉടുപ്പും തുണിയും ഒന്നും ഇല്ലാതെ നടന്ന ആ കാലം മുതൽ ഇന്നേ വരെ ഈ വാക്കുകൾ പരിണമിച്ച് വന്നതിന്റെ ഒരു ചരിത്രം ഹ്രസ്വമായെങ്കിലും നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. അത് വളരെ നമ്മൾ കേട്ട ഒരു വാക്കിനെ പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങൾ തോന്നിയതുപോലെ കവിതയ്ക്കകത്ത് ഉപയോഗിക്കുക എന്നല്ല, ആ തോന്നിയതുപോലെ ഉപയോഗിച്ച കവിത തിരിച്ചു കൊത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ വാക്കിന്റെ ചരിത്രം വളരെ ഇനി വാക്കിന് പുറത്ത് കവിത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാക്കിന് പുറത്തും ഉണ്ട് കവിത. അതുകൊണ്ടാണ് ഈ വെർണൽ ആസ്പെൻസ്ട്രോമിന്റെ ഒരു കവിതയുണ്ട്. വെർണൽ ആസ്പെൻസ്ട്രോം സ്വീഡിഷ് കവിയാണ്. അദ്ദേഹം എഴുതുന്ന ഒരു കവിത എന്ന് വെച്ചാൽ, രാജകീയമായ വൃത്തച്ചുവടുകളിൽ നടക്കുന്ന ക്ലാസിക്കുകൾ മാത്രമല്ല, അത്യന്താധുനികരായ കലാപകാരികൾ മാത്രമല്ല, കടലിന്റെ തിരമാലകൾ പോലും കവിത എഴുതുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കല്ല് ഒരു പാറപ്പുറം ഇരിക്കുകയാണ്, ഒരു ഹാർബർ. ഈ കടൽ വന്ന് ദിവസവും ഈ പാറയിൽ ഇങ്ങനെ അടിച്ചടിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പാറ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ചില രൂപങ്ങൾ ആ പാറക്കകത്ത് ഇങ്ങനെ ഉണ്ടാവും. കാരണം കടലിന്റെ തിരമാല അതിലിങ്ങനെ കവിത കൊത്തുകയാണ്. കാറ്റ് ചിലപ്പോ ഈ ഭൂമിയിൽ ഒരു കവിത കൊത്തുകയാണ്. ജലം വന്ന് ഈ ഭൂമിയിൽ ഒരു കവിത കൊത്തുകയാണ്. അത് നമ്മൾ പ്രളയം എന്ന് പറയും, അത് മഴയെന്ന് പറയും, അത് നമ്മൾ ജസ്റ്റ് പുഴ കയറിയെന്ന് പറയും, വേലിയേറ്റം എന്ന് പറയും, നമ്മളെല്ലാം പറയും. എല്ലാം കവിത എഴുതുന്നുണ്ട്. ആ കവിത നമ്മളെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇൻസ്റ്റലേഷൻ പോയിട്രി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്തിനാണ്, ഇപ്പം റൗൾ സുരീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രകാരൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ കൊച്ചി ബിനാലയിൽ ഒരു ചിത്രം ഇങ്ങനെ അദ്ദേഹം പ്രദർശിപ്പിക്കുമ്പോൾ, നമ്മൾ അതിനകത്ത് സിറിയയിൽ നിന്ന് അഭയാർത്ഥികളെ ഓടിപ്പെട്ട് ഈ ഐലൻ കുർദി ഉൾപ്പെടെ മരിച്ച് ഈ കരയിൽ വന്ന് അടിഞ്ഞ അനേകം മനുഷ്യരുടെ ചിത്രങ്ങളൊക്കെയാണ് അതിനകത്ത് ഇങ്ങനെ വച്ചേക്കുന്നത്. നമ്മൾ ആ ചിത്രങ്ങൾ ഇങ്ങനെ കവിതകൾ വായിച്ച് ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ നടക്കുന്നത് വെള്ളത്തിലൂടെയാണ്. ആ ബിനാലെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകണം ഉറപ്പായിട്ട്. ഈ കലയുടെ ഈ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കാണാൻ പോകണം. അപ്പൊ ബിനാലയിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഇത് കാണുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ കടലിലൂടെ നടക്കുന്നത് പോലെ നമുക്കൊരു ഫീല് കൃത്യമായി കിട്ടും. ഇതെന്താണ്? വാക്കിന് പുറത്ത് നിന്ന് കവിത രചിക്കുന്നത്, വാക്കിന്റെ പുറത്ത് നിൽക്കുന്ന കവിതകളാണ്. പക്ഷെ നമ്മൾ എഴുതുന്ന കവിതയ്ക്ക് വാക്ക് പ്രധാനപ്പെട്ട, വാക്കെന്ന് പുതിയൊരു അർത്ഥമായി വാക്ക് നമ്മുടെ കവിതയ്ക്കകത്ത് വരും. ഇപ്പൊ ധ്വനി എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട് എസ് ജോസഫ്. ധ്വനി എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് എസ് ജോസഫ് പറയുന്നത്, ഇപ്പൊ അപ്പനുമായിട്ട് അടി കൂടുമ്പോ അമ്മ പെട്ടെന്ന് പറയും, ഞാനിപ്പോ ഇറങ്ങിപ്പോവും കേട്ടോ എന്ന് പറഞ്ഞാൽ അവര് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഞാൻ എന്റെ വീട്ടിൽ ഇറങ്ങിപ്പോകുന്നെന്ന് പറഞ്ഞാൽ അവരവിടെ പോയിട്ട് വീടിന് മുന്നിലുള്ള കുത്തുകല്ലിന്റെ അടുത്തെത്തുമ്പോഴത്തേക്കും അവരൊന്നും മിണ്ടാതെ കുറച്ചു നേരം അവിടെ അങ്ങിരിക്കും. അപ്പൊ അപ്പ വന്ന് ചോദിക്കും, നിനക്കൊരു പോക്കടമില്ല അല്ലേ, അതുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്, നിനക്ക് കാരണം പോകാനായിട്ട് ഒരു ഇടയില്ലാത്തതുകൊണ്ടല്ലേ എന്ന് കളിയാക്കും. അപ്പൊ അപ്പന്റെ കൂടെ ചേർന്ന് ഞങ്ങളെ മക്കളും കളിയാക്കും, പോക്കടമില്ല അല്ലേ എന്ന് പറഞ്ഞ് അമ്മയെ കളിയാക്കും. അതിന് കാലം കഴിഞ്ഞു. ഇന്ന് എന്താ പറയാ, പഴയതുപോലെയുള്ള അടികളോ ബഹളങ്ങളോ ഒന്നും വീട്ടിലില്ല. ചാണകം മെഴുകിയ തറയിൽ അമ്മ ഇങ്ങനെ ഇരുന്ന് കാലത്ത് ഇങ്ങനെ തള്ളി നീക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ അമ്മയെ അന്ന് കളിയാക്കാൻ അപ്പനോടൊപ്പം ചേർന്ന് ഞങ്ങൾ ഉപയോഗിച്ച പോക്കടമില്ലേ എന്ന വാക്കില്ലേ, അതാണ് ഞാൻ കവിതയിലും ജീവിതത്തിലും ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും വലിയ ധ്വനി എന്നാണ് എസ് ജോസഫ് പറയുന്നത്. നോക്കൂ, ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കിനെ എടുത്ത്, ആ വാക്കാണ് ഒരുപക്ഷെ ഭാരതീയ കാവ്യ മീമാംസ വലിയ വിപ്ലവം പോലെ സൃഷ്ടിച്ചു വെച്ച ധ്വനി എന്ന് പറയുന്ന ഒന്നിലേക്ക് കൊണ്ടുവന്ന് ആ ധ്വനിയെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആ വാക്കിനെ മാറ്റുന്നു എന്നുള്ളതാണ്.
ആ വാക്കാണ് ആ കവിതയുടെ ജീവൻ. പോക്കടമില്ലേ എന്ന് പറയുന്ന ഒറ്റ വാക്കുകൊണ്ട് ഒരു കവിതയുടെ ജീവൻ പ്രവർത്തിക്കുന്നത് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. അദ്ദേഹത്തിന് തന്നെ ഒരു കവിത വെള്ളം എന്ന് പറയുന്ന കവിത. പണ്ടൊക്കെ ഞങ്ങളുടെ വീടുകളിൽ കിണറില്ലായിരുന്നു, വെള്ളമെടുക്കാൻ കുൻഷന്മാരുടെ തൊടികളിൽ പോകണമായിരുന്നു. അപ്പൊ നമ്മൾ ഇതാരാണ് കുൻഷന്മാര് നമ്മളിങ്ങനെ ആലോചിക്കും. അപ്പൊ ഈ കുൻഷൻ എന്ന് പറയുന്ന ഒരു പുതിയ വാക്ക് വരാം. വെള്ളമെടുക്കാൻ കുൻഷന്മാരുടെ തൊടികളിൽ പോകണമായിരുന്നു. അങ്ങനെ വെള്ളമെടുക്കാൻ പോയവരുടെ ശബ്ദം എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ വിളികളുടെ തുഞ്ചത്ത് അവരുടെ കുടം ഇങ്ങനെ കെട്ടപ്പെട്ടിരുന്നു എന്നാണ്, അവരുടെ ശബ്ദം ഇങ്ങനെ കെട്ടപ്പെട്ടിരുന്നു എന്നാണ്. ഇന്ന് കാലം കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് കിണറുണ്ട്, പക്ഷേ വെള്ളമില്ല. കിണർ ഇങ്ങനെ ചരിച്ചു വെച്ച് അവസാന തുള്ളി വെള്ളവും ഞങ്ങൾ 4 കുടം വെള്ളം ഊറ്റിയെടുത്തു എന്നാണ്. ഒരു കാലത്ത് വെള്ളം എടുക്കാൻ കുൻഷന്മാർ, ഇന്ന് പക്ഷെ കിണറുണ്ട്, പക്ഷെ വെള്ളമില്ല. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ കിണർ ഇങ്ങനെ ചരിച്ചു വെക്കുന്ന എന്താണ്? ഇപ്പം ഇന്നലെ കവിത ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പലരും പറഞ്ഞത് അതൊക്കെ യുക്തി കൊണ്ട് അളക്കണോ, യുക്തി കൊണ്ട് ഇതിനെ അളക്കണ്ട. ചില കാര്യങ്ങൾ യുക്തി കൊണ്ട് അളക്കണം. ഇപ്പം കിണറെടുത്ത് ചരിച്ചു വെക്കാൻ പറ്റും എന്നൊന്ന് ചോദിച്ചാൽ പോയിട്രിയിൽ അത് പറ്റും. അതാണ് പോയിട്രി. കിണറിനെടുത്ത് ചരിച്ചു വെച്ച് ഞങ്ങൾ അവസാനം 4 കുടം വെള്ളം ഊറ്റിയെടുത്തു എന്ന് പറയുന്ന ഇങ്ങനെ കുൻഷന്മാർ എന്ന് പറയുന്ന ഒരു പുതിയ വാക്ക് ആ കവിതയ്ക്കകത്ത്. അപ്പൊ നമ്മൾ ആ വാക്ക് കൊണ്ടുകൂടിയാണ് നമ്മൾ ആ കവിത പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്, ആ കവിതയുടെ തുടക്കം നമ്മളെങ്ങനെ പിടിച്ചിരുത്തുന്നത് എന്നുള്ളതാണ്. ജോസഫ് വേറൊരു കവിത ചില വാക്കുകൾ എന്ന് പറയുന്ന കവിത എഴുതുന്നത്. ആ വാക്കുകൾക്ക് അദ്ദേഹം പറയുന്നുണ്ട് കൂമ്പൻ കൊല്ലി വെയിൽ. തെക്കോട്ട് പോകുമ്പോൾ ചില വാക്കുകൾ കേൾക്കാം, കൂമ്പൻ കൊല്ലി വെയിൽ എന്ന് പറഞ്ഞ് ഇത്തരം ചില വാക്കുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കവിത എഴുതാനായിട്ട്. അങ്ങനെ പറയുന്ന ഒരു കാര്യം ഒരു കവിതയായി മാറുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഇതാണ്. എന്ന് വെച്ചാൽ വാക്കുകളെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള നിരവധി വിചാരങ്ങൾ എന്ത് ചെയ്യുന്നു, കവിതയ്ക്ക് പാത്രമായി മാറുന്നു, കവിതയ്ക്ക് വിഷയമായി മാറുന്നു, കവിതയുടെ പ്രമേയ തലത്തിലേക്ക് വരുന്നു, അതിന്റെ ആഖ്യാന സ്വഭാവത്തിലേക്ക് അത് കടന്നു വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കുക, ഇപ്പൊ ചേരാത്ത 2 വാക്കുകളെ തമ്മിൽ എങ്ങനെയാ ചേർക്കാൻ കഴിയുക എന്നുള്ളത്. ഇപ്പം പി രാമന്റെ ഒരു കവിത ആഴം എന്ന് പറയുന്ന, ആഴമേ എന്ന് പറയുന്ന കവിത. ആ ആഴമേ എന്ന് പറയുന്ന കവിത എന്ന് പറഞ്ഞാൽ ആഴമേ നിന്റെ കാതലിലെങ്ങും മീനുകൾ കൊത്തുവേല ചെയ്യുന്നു എന്നാണ്. ആഴമേ നിന്റെ കാതലിലെങ്ങും മീനുകൾ കൊത്തുവേല ചെയ്യുന്നു. കാതല് സത്യത്തിൽ ഏതിനുള്ളതാണ്? മരത്തിനുള്ളതാണ് കാതല്. പക്ഷെ ഇവിടെ ജലത്തിന്റെ ആഴത്തിന് ഈ കാതൽ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ സത്യം മരവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാതൽ എന്ന് പറയുന്ന പ്രയോഗത്തെ കൊണ്ടുവന്ന് ഈ ജലത്തിന്റെ ആഴത്തിന് ആഴമേ നിന്റെ കാതലിലെങ്ങും ഇനി കൊത്തുവേല ചെയ്യുന്നത് മീനാണോ? മരത്തിൽ കൊത്തുവേല ചെയ്യുന്ന ആരാ? മരം കൊത്തി. നമ്മൾ പക്ഷെ ഈ ആഴമേ നിന്റെ കാതലിലെങ്ങും ഈ മീനുകൾ ഇങ്ങനെ കൊത്തുവേല ചെയ്യാണ്. ഒരു കവിത, അത്രേ ഉള്ളൂ കവിതയുടെ വരി, 4 വരി. ഇത് വായിച്ചിട്ടാണ് എല്ലാവരും ബി രാമൻ എന്ന് പറയുന്ന കവി വൈലോപ്പിള്ളിയുടെയും ആറ്റൂരിന്റെയും ആറ്റിക്കുറുക്കിയ കവിതയുടെ സ്വഭാവമുള്ള കവിയാണ് എന്ന് പറയുന്ന. ആഴമേ നിന്റെ കാതലിലെങ്ങും 2 വാക്ക് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് കരയിലെ മരത്തിനെ കുറിക്കുന്ന ആ വാക്ക് ഈ ജലത്തിലെ ആഴത്തിനെ കുറിക്കാനായിട്ട് കവി കൃത്യമായി കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു എന്നുള്ള യഥാസ്ഥാനത്തോട്ട് കവി അത് ഉറപ്പിച്ചിരിക്കുന്നു. അത് കവിതയായി മാറുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു വാക്കിൽ തന്നെ നിങ്ങൾ ഉപമ തേടുന്നത്. നമ്മൾ ഉപമ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ നാടൻപാട് കുന്നത്തെ കുന്നയും പൂത്ത പോലെ, വയനാടൻ മഞ്ഞൾ അരച്ച പോലെ, അല്ലെങ്കിൽ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പോലെ നമ്മളിങ്ങനെ ചേർക്കുക. അല്ലെങ്കിൽ വിള്ളിൽ കിളികൾ പോലെ എന്ന് പറഞ്ഞ് ജി ശങ്കരക്കുറുപ്പിന്റെ ഈ ചന്ദനമരം എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് നമുക്ക് കാണാം. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിനകത്ത് ഇപ്പം ലതീഷ് മോഹന്റെ ഒരു കവിതയുണ്ട്, പല ഉപമകളിൽ മഞ്ഞുകാലം എന്നാണ് ആ കവിത. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ സാറാ ഞാൻ നിന്നെ ഓമനിച്ചുറങ്ങിപ്പോയി, മഴവില്ലുപോലെ നീ വിരിഞ്ഞു കിടപ്പുണ്ടായിരുന്നു, നിന്റെ മുലകൾ പോലെ നിന്റെ മുലകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ശരീരത്തിന്റെ അവയവത്തെ പറയാണ്. ആ അവയവം എന്ന് പറഞ്ഞാൽ അവയവം പോലെ തന്നെയാണ്. അല്ല നിങ്ങൾ ഇത് ഈ സാധനം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നിട്ട് ഇത് മറ്റതുപോലെ എന്ന് പറഞ്ഞുള്ള ഒരു ഉപമ ഉപമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അയാൾ പറയാണ്. അത് പറയുന്നത് ചുള്ളിക്കാരും മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ആളും വെളിച്ചവും അണഞ്ഞ കൂത്തമ്പലം, അവിടെ ആളും 2 വരെയാണ്. ആളും പിന്നെ വെളിച്ചവും അണഞ്ഞ കൂത്തമ്പലം, നിന്റെ മുലകൾ പോലെ നിന്റെ മുലകൾ ഉണ്ടായിരുന്നു. അവിടെ ഉപമയ്ക്കകത്ത് വേറെ ഇതില്ല, അത് കൃത്യമായി തന്നെ അത് തന്നെയായിരുന്നു എന്ന് പറയുന്ന ഒന്ന്. എന്നിട്ട് അദ്ദേഹം നേരെ ആ കവിതയ്ക്കകത്ത് പിന്നീട് എനിക്കിപ്പം അത് ലൈംഗിക പാരമ്യത്തെ പറ്റി, എനിക്കിപ്പം പോണം സാറാ, എനിക്കിപ്പം പോണം എന്ന കാറ്റിൻ മുരൾച്ച നീ കേട്ടില്ല, അതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി സാറാ, ഇന്നലെ രാത്രിയിൽ നീ ഉണരന്റെ സാറാ എന്ന് പറഞ്ഞ് സാറ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ സാറാ ഞാൻ നിന്നെ ഓമനിച്ചോമനി, പിന്നെ ആ സാറയെ തന്നെയാണ് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്കിപ്പം പോണം സാറ എന്ന് പറഞ്ഞ ലൈംഗിക പാരമ്യത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ വേറെ ഒന്ന് സിനിമയ്ക്കകത്ത് നമ്മളിപ്പോ IFFK കാണാൻ പോകുന്നു, അതിലെന്ന് പറയുന്നത് നമ്മൾ സെൻസർ ചെയ്യാത്തത് കാണും. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്കകത്ത് സെൻസർ ചെയ്ത് അത് ആ വികാരത്തെ പ്രദർശിപ്പിക്കാൻ നമുക്ക്, പക്ഷെ കവിതയ്ക്കകത്ത് എങ്ങനെ പ്രദർശിപ്പിക്കാൻ കഴിയുക നിങ്ങൾക്ക് ഒരു വികാരം? അപ്പോഴാണ് ആ വാക്കുകൾ ഉണ്ടായുള്ളത്, എനിക്കിപ്പം പോണം സാറാ, എനിക്കിപ്പം പോണം എന്ന കാറ്റിൻ മുരൾച്ച നീ കേട്ടില്ല, അതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി സാറാ ഇന്നലെ രാത്രിയിൽ. എന്നിട്ട് അതിനുശേഷം ബാക്കി പറയുന്ന ഒരു ഇതെന്ന് പറയുന്നത് ആ വാക്കുകൾക്ക് തമ്മിൽ പൂർവാപര ബന്ധമില്ല. നോക്കണം, നീ ഉണരന്റെ സാറാ,
പോയി മേഘങ്ങളെ അഴിച്ചുകെട്ട്, കറവക്കാരൻ വരുന്നതിന് മുമ്പ് പുല്ല് തിന്നിട്ട് വരട്ടെ ഉപമകൾ എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നീ ഉണരണ്ട സാറാ, പോയി മേഘങ്ങളെ അഴിച്ചുകെട്ട്. എവിടെ മേഘങ്ങൾ അഴിച്ചുകെട്ട? നീ ഉണരണ്ട സാറാ, പോയി മേഘങ്ങളെ അഴിച്ചുകെട്ട, കറവക്കാരൻ വരുന്നതിന് മുമ്പ് പുല്ല് തിന്നിട്ട് വരട്ടെ ഉപമകൾ. ഇതിന് നിങ്ങൾ ഒരു പൂർവ്വപര പശു അല്ലല്ലോ പുല്ല് നിന്ന് വരുന്നത്. കറവക്കാരൻ എന്തിനാ കറക്കാം? അപ്പൊ പുല്ലിനെയാണോ കറക്കാൻ വരുന്ന കറവക്കാരൻ? ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ കവിത ഇങ്ങനെ നമ്മളെന്താ വെച്ചാൽ പ്രത്യക്ഷത്തിൽ പരസ്പരം ചേരാതിരിക്കുന്ന വാക്കുകളെന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ കവിതയിൽ അത് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് കവിതയുടെ ഇത്. ലതീഷിന് മറ്റൊരു കവിത ഉണ്ടല്ലോ, ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകുമ്പോൾ ഇടയ്ക്കെന്തിനാ ഈ ചങ്ങനാശ്ശേരി എന്നാണ് ഒരു ചോദ്യം. എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് കോട്ടയം വരെ പോകണം, കോട്ടയം വരെ പോകുമ്പോൾ അതിന് ഇടയ്ക്കെന്തിനാ വെറുതെ ഈ ചങ്ങനാശ്ശേരി ഇട്ടിരിക്കുന്നത്? അതിന് ആവശ്യമാണ്. അയാളുടെ ഇതാണ് കവിത എന്ന് പറയുന്നത്. വാക്കുകൾ എടുത്ത് എങ്ങനെ ഉപയോഗിക്കുന്നിടത്ത് ലതീഷ് മോഹൻ എന്ന കവി അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ തന്നെ ഒരു അസംബന്ധ കവിത, ഒരു അബ്സേഡിറ്റിയാണ് സത്യത്തിൽ ഈ കവിത, ഈ വാക്കും ഒക്കെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഈ കവിത എന്ന് പറയുന്നത് മനുഷ്യന്റെ ലൈംഗികതയെ കുറിച്ചുള്ള കവിതയാണ്, ലൈംഗികതയെ ഓർമ്മിപ്പിക്കുന്ന കവിതയാണ്. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങുന്ന കവിതയല്ല. പക്ഷെ നമ്മുടെ ആ വായനയിൽ ഒരിക്കൽ പോലും ഒരു മോശം വാക്കേ ഇല്ല. അത് ഞാൻ ഇപ്പൊ ഇന്നലെ രാത്രിയിൽ സാറാ ഞാൻ നിന്നെ ഓമനിച്ചുറങ്ങിപ്പോയി, മടവില്ലു പോലെ നീ വിരിഞ്ഞു കിടപ്പുണ്ടായിരുന്നു, നിന്റെ മുലകൾ പോലെ നിന്റെ മുലകൾ ഉണ്ടായിരുന്നു, മറന്നുപോയ ഉപമകളിൽ തുടകൾ തുടിപ്പുകൾ, നോക്കി നോക്കി കിടക്കുമ്പോൾ സാറാ നിന്റെ വയറിന്റെ അറ്റത്ത് നിന്ന് ഒരു തീവണ്ടി മുലകൾക്കിടയിലൂടെ കടന്നു പോകുന്നത് കണ്ടു, ചരിഞ്ഞു നോക്കിയപ്പോൾ സാറാ എത്ര ഗൂഢം, എന്ത് ഗൂഢമീ അതിഗൂഢത എന്ന് കണ്ടു, നീ തിരിഞ്ഞു കിടന്നതാവണം, മുല ഇടിഞ്ഞതാവണം, വണ്ടിലേറ്റ് സാറാ നിന്റെ വണ്ടിലേറ്റ്, ഉപമകൾ അടിവാരം വരെ പോയേച്ചു വരാം എന്ന് കരുതി, അടിവാരത്തല്ലേ മുളക് പാടം, മുളകിലല്ലേ എരിവിന്റെ വിത്തുകൾ, നീ തിരിഞ്ഞു കിടന്നതാവണം, മുല ഇടിഞ്ഞതാവണം, വണ്ടിലേറ്റ് സാറാ നിന്റെ വണ്ടിലേറ്റ്, ഉപമകൾ ഉണക്കാനിട്ടിരിക്കുന്ന കുന്നിൻ ചെരുവിൽ ഒരു തീവണ്ടി നടുനിവർത്തി നിൽക്കുന്നത് അവ്യക്തമായി കാണാം, മുളക് പാടത്തിനിടയിലൂടെ തീവണ്ടി ചൂളം വിളി ഉപേക്ഷിച്ച് പാഞ്ഞു പോകുന്നത് കേൾക്കാം, എനിക്കിപ്പം പോണം സാറാ എനിക്കിപ്പം പോണം എന്ന കാറ്റിൻ മുരൾച്ച നീ കേട്ടില്ല, അതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി സാറാ ഇന്നലെ രാത്രിയിൽ, നീ ഉണരേണ്ട സാറാ, പോയി മേഘങ്ങളെ അഴിച്ചുകെട്ട്, കറവക്കാരൻ വരുന്നതിന് മുമ്പ് പുല്ല് തിന്നിട്ട് വരട്ടെ ഉപമകൾ എന്താണ്? ആലോചിച്ച് നോക്കുക. മനുഷ്യന്റെ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു ബന്ധത്തെ, ആ ബന്ധത്തിന്റെ നിമിഷത്തെ വേറെ ഒരു അശ്ലീലവും കലർത്താതെ വാക്കുകൾ കൊണ്ട് മാത്രം എങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് വാക്ക്. അതാണ് വാക്കിന്റെ വല്ലാത്തൊരു ഇത്. കവിതയ്ക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിന്റെ ഒരു എന്ന് പറയും. ഇപ്പൊ M.R. വിഷ്ണുപ്രസാദിന്റെ ഒരു കവിതയുണ്ട്. ആ കവിത എന്ന് പറയുന്നത് ഇപ്പം റെനെ മഗ്രത്തയുടെ ഒരു ചിത്രത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ കവിത. അതിന്റെ അവതാരികയിൽ സച്ചിമാഷ് എഴുതുന്നുണ്ട്. അത് കളി എന്നാണ് കവിതയുടെ പേര്. ഇത്രയേ ഉള്ള ഇത്. അതായത് ഒരു രണ്ട് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പന്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഒരാൾ പന്ത് എറിഞ്ഞു കൊടുക്കുമ്പോൾ മറ്റേയാൾ പന്ത് പിടിക്കുന്നു, മറ്റേയാൾ പന്ത് എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇയാൾ പന്ത് പിടിക്കുന്നു. അതൊന്ന്. രണ്ടാമത് എന്ത് ചെയ്യുകയാണ്, എന്നിട്ട് നമ്മൾ ഈ പന്തില്ലാതെ ഞാൻ എന്നെ അങ്ങോട്ട് എറിയുന്നു, അയാളെ ഇങ്ങോട്ട് എറിയുന്നു, അങ്ങനെ ഞാൻ എന്നെ എറിയുന്നു, അയാളെ എറിയുന്നു, എന്നിട്ടോ ഞങ്ങളില്ലാതെ പന്ത് മാത്രം അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു. മൂന്ന് സീൻ പോലെയുള്ള സാധനമാണ് ആ കവിത. മാറി കളി എന്ന് പറയുന്ന കവിത അവതരണ കവിതയാണ്, അവതരിപ്പിക്കാനായിട്ട് എഴുതുന്ന കവിതയാണ്. ആ കവിതയ്ക്കകത്ത് വേറെ ഒന്നും പറയുന്നില്ല. നമ്മളൊരു ചിത്രം കാണുന്നത് പോലെ ആ ചിത്രത്തിൽ നിന്ന് കുറെ വായനകൾ ഇങ്ങനെ നടത്തുന്നത് പോലെ ആ ഒരൊറ്റ കവിത ഒരു ശില്പമാക്കി എടുക്കുക, എന്നിട്ട് അത് നിന്നിട്ട് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കുക. സച്ചിമാഷ് അതിന്റെ അവതാരികയിൽ പറയുന്നുണ്ട് റെനെ മഗ്രത്തയുടെ ചിത്രം. റെനെ മഗ്രത്ത എന്ന് പറയുന്ന പെയിന്റർ, ഈ ചിത്രകാരനെ നിങ്ങൾ നോക്കണം, ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. അവിടെ ചിത്രങ്ങൾ കാണാം. റെനെ മഗ്രത്തയുടെ ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ആ കവിത നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു ബ്രസീലിയൻ കവിയുണ്ട് ഷുവാ ഗബ്രാൾ എന്ന് പറയുന്ന കവി. ഷുവാ ഗബ്രാളിന്റെ കവിതകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ കവിതയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ആർദ്രവും വികാരഭരിതവും ആയിട്ടുള്ള വാക്കുകളെയൊക്കെ കളഞ്ഞുകൊണ്ട് അയാൾ അനുഭവമില്ലാത്ത വിരസമായ വരണ്ട കടുകട്ടിയായിട്ടുള്ള പദങ്ങളെ മുഴുവൻ എടുത്ത് അദ്ദേഹം കവിതയ്ക്കകത്ത് ഉപയോഗിക്കും. ഷുവാ ഗബ്രാളിന്റെ കവിതകളുടെ പ്രത്യേകത അതാണ്. വരണ്ടതും വിരസവും അനുഭവരാഹിത്യം നിറഞ്ഞതുമായിട്ടുള്ള പദങ്ങൾ എടുത്തു വെച്ച്, എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നേ വരെ ഉപയോഗിച്ചിരുന്ന പദങ്ങൾ കൊണ്ടേ കവിത എഴുതാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരുപക്ഷെ നമ്മുടെ കവിതയ്ക്കകത്ത് നമ്മുടെ ചില വാക്കുകളുണ്ട്, നമ്മൾ ശരിക്കും ഈ വാക്കുകളുടെ കാര്യം വേണോ? ചിലത് വരണ്ട വാക്കുകളല്ലേ. ഇപ്പൊ ചില വാക്കുകൾ കവിതയ്ക്കകത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് അനുയോജ്യമായ വാക്കാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ കവിതയ്ക്ക് പുറന്തള്ളപ്പെട്ട വാക്കുകൾ കൊണ്ടുപോലും കവിത നിർമ്മിക്കാം എന്ന് ഷുവാ ഗബ്രാൾ അദ്ദേഹത്തിന്റെ കവിതയ്ക്കകത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ കവിതയുടെ ഘടനയിൽ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ചില ചോദ്യങ്ങൾ ഇപ്പൊ കവിതയായി മാറുന്ന സന്ദർഭമുണ്ട്. ചില ചോദ്യങ്ങൾ കൊണ്ട് മാത്രം. ഇപ്പൊ വീരേന്ദ്ര മാഷ് മഴയെക്കുറിച്ചുള്ള ഒരു 10 കവിതകൾ 1, 2, 3 എന്ന് എഴുതുമ്പോൾ അതിന് 4ാമത്തെ കവിത എന്ന് പറയുന്നത് മഴ ഒരു പെണ്ണിന്റെ അടിച്ചിട്ട മുടിയാണെങ്കിൽ അവളുടെ മുഖം എങ്ങനെ ഇരിക്കും എന്നാണ്. ഒരൊറ്റ ചോദ്യമാണ്. മഴ എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ഇങ്ങനെ അഴിച്ചിട്ട മുടിയാണ്. മഴ പെയ്യുന്നു,
ആ പെയ്യുന്ന മഴയെ ഒരു പെണ്ണിന്റെ അഴിച്ചിട്ട മുടിയായിട്ട് നിങ്ങൾ കാണുക. ഒരു പെണ്ണിങ്ങനെ പുറമെ അഴിച്ചിട്ട മുടിയാണ് മഴ എങ്കിൽ അവളുടെ മുഖം എങ്ങനെ ഇരിക്കും? ദാറ്റ്സ് ക്വസ്റ്റ്യൻ. ചോദ്യമാണ്. എങ്കിൽ അവളുടെ മുഖം എങ്ങനെയാണ് ഇരിക്കുന്നത്? ആ ഒറ്റ ഇതുകൊണ്ട് ഒരു കവിത ഇങ്ങനെ വിടർന്നു വരികയാണ്. ആ ഒറ്റ ചോദ്യത്തിനകത്ത് വരിക. അതായത് മാഷ് ഇപ്പം ഒരു ചോദ്യം കൊടുത്ത് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. ഇപ്പം വീട്ടിലേക്കുള്ള വഴിയിൽ പറയുന്നത് അമ്മ ഇല്ലാത്തവർക്ക് ഏത് വീട്? ചോദ്യമാണ്. അമ്മ ഇല്ലാത്തവർക്ക് ഏത് വീട്? ഇല്ല വീട് എങ്ങുമേ വീട്. കാട്ടുവഴികൾ, കടത്തിണ്ണകൾ, റെയിൽ സ്റ്റേഷൻ, സത്യഗ്രഹ പന്തൽ, അനാഥ ശുശ്രൂഷ, അഭയാർത്ഥികൾക്കൊരു പാട്ട്, കുമാരിയിൽ സാഗര സ്നാനം, ഗയയിൽ ബലി, ഹിമവാനിലൂടെ ഏകാന്ത യാത്ര, തീരങ്ങളിൽ കണ്ടുമുട്ടുന്നവരൊത്തു തീനും കുടിയും, തിരികൊളുത്തുന്ന രാഷ്ട്രീയ വിചാരം, അനാഥ ശവങ്ങൾക്ക് കാവലിരിപ്പ്, ദിവാസ്വപ്നമാടിയൊടുങ്ങാത്ത വ്യാധി, ഒറ്റ വാക്കിന്റെ വിശുദ്ധമാം പ്രാർത്ഥന, ഉറ്റവരില്ലാത്തവന്റെ ശേഷക്രിയ എന്ന ഒരൊറ്റ ചോദ്യമാണ്. അമ്മയില്ലാത്തവർക്ക് ഏതാണ് വീട് എന്നതിന് അദ്ദേഹം സഞ്ചരിച്ച ജീവിതത്തിന്റെ പദങ്ങളെ മുഴുവൻ പറയാം. അമ്മയില്ലാത്തവർക്ക് ഒരു വീടും ഇല്ല തിരിച്ചു കടന്നു പോവാൻ. നമുക്കുള്ളത് കാട്ടുവഴികള്, കടത്തിണ്ണകള്, ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ, പിന്നെ എന്താ പറയാ സത്യാഗ്രഹ പന്തൽ. എവിടെയെങ്കിലൊക്കെ നമ്മൾ കിടന്ന് ഉറങ്ങും, നമ്മുടെ ജീവിതം തള്ളി നീക്കും. നമ്മൾ ചിലപ്പോൾ ഏകാന്തതയോട് നമ്മളൊരു ഹിമാലയിലൂടെ യാത്ര നടത്തും, ഗോവയിൽ പോകും, കന്യാകുമാരിയിൽ ചെന്ന് സാഗര സ്നാനം നടത്തും, എന്നും ചെയ്യും. ഒരു ചോദ്യം, ആ ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരത്തിനകത്ത് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ വശങ്ങളും അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് അതിൽ മാത്രം അമ്മയുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അത് പലതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. ആണ് ഒരു ചോദ്യമായി കവിത, ചോദ്യവും ചോദ്യത്തിന്റെ ഉത്തരവുമായി കവിത വരുന്ന രീതി എന്ന് പറയുന്നത്. മറ്റൊന്ന്, ചില കവിതകൾ ഇങ്ങനെ അവസാനിക്കുമ്പോൾ നൽകുന്ന ചില കൽപ്പനകളുണ്ട്. ആ കൽപ്പനകൾ നമ്മളിങ്ങനെ വല്ലാതെ ഇങ്ങനെ വശീകരിക്കും. ഇപ്പൊ വൈലോപ്പിള്ളിയെ കുറിച്ച് സച്ചിദാനന്ദൻ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഇവനെ കൂടി എന്ന് പറയുന്ന കവിത. വൈലോപ്പിള്ളി മരിക്കുമ്പോൾ സച്ചിമാഷ് എഴുതുകയാണ് ഇവനെ കൂടി സ്വീകരിക്കുക, ഹേമന്തത്താൽ മെലിഞ്ഞ കുളിർനീരിൻ കൈകളാൽ നിലാമതി, ഇവനായി ഉയർത്തുക തുമ്പിക്കൈ, പഞ്ചാരിക്ക് ചെവി ആട്ടിടും ആലിൻ ചോട്ടിലെ പൂരക്കാറ്റ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പൂരക്കാറ്റ്. നമ്മളിങ്ങനെ പഞ്ചാരിക്ക് ചെവി ആട്ടിടും ആലിൻ ചോട്ടിലെ പൂരക്കാറ്റ് എന്നാണ് നമ്മൾ പറയാം. ഇപ്പൊ നിങ്ങൾ ഒരു 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 ഇത് നടക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. മേളം നടക്കുമ്പോ ഈ പഞ്ചാരി ഇങ്ങനെ ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ആലിൻ ചോട്ടിലെ പൂരക്കാറ്റാണോ ഇങ്ങനെ തലയാട്ടുന്നത്? അപ്പൊ ആ വാഗ്മയം ഏതാ നമ്മുടെ മനസ്സിൽ വരുന്നത്? ആലിൻ ചോട്ടിലെ പൂരക്കാറ്റ് നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ആനയുടെ ഒരു ഇതാണ്. പക്ഷെ ഇവനായി ഉയർത്തുക തുമ്പിക്കൈ, പഞ്ചാരിക്ക് ചെവി ആട്ടിടും ആലിൻ ചോട്ടിലെ പൂരക്കാറ്റ് എന്നാണ് ആനയെന്ന് പറയുന്നത്. പക്ഷെ ആ ദൃശ്യം നമ്മുടെ കയ്യിൽ കൃത്യമായി തന്നെ വരുന്നുണ്ട്, ആ ഒരു വാഗ്മയ ദൃശ്യം. ആ കവിതയുടെ അവസാനം എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ആ കവിതയുടെ അവസാനം എന്ന് പറയുന്നത് പാവമീ നാടിൻ സ്വർണ്ണക്കിണ്ണമായിരുന്നവൻ. ഈ കവി എന്ന് പറയുന്നത് കപിലരുടെ സംഘകാലത്തെ എല്ലാവരുടെ ഓർമ്മകളിൽ നിന്ന് വരുന്ന കവിയാണ്. അതിന്റെ മുഴുവൻ സംസ്കാരത്തെ ആവാഹിച്ച കവിയാണ്. നമ്മുടെ ഭാഷയെ സമർത്ഥമാക്കിയ കവിയാണ്. ഒരുപാട് കവിതകൾ കൊണ്ട് നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കിയ കവിയാണ്. അങ്ങനെ ഇരിക്കുന്ന കവി പാവമീ നാടിൻ സ്വർണ്ണക്കിണ്ണമായിരുന്നവൻ, അവൻ മരിച്ചുപോയി. കവി പറയാണ്, മരിച്ചു എന്ന് പറയുന്ന ഇടത്ത് മരിച്ചു എന്ന വാക്ക് പറയുന്നില്ല, സ്വർണ്ണക്കിണ്ണമായിരുന്നവൻ എന്ന് പറഞ്ഞിട്ട് കവി പറയുന്നു, നോക്കൂ പൂർണ്ണചന്ദ്രനായ അവൻ വീണ്ടും വാനിൽ എന്നാണ്. അത് കവിത. നിങ്ങൾ അവൻ അവിടെ പോയില്ല, നിങ്ങളൊന്ന് നോക്കൂ, അപ്പോഴാ പൂർണ്ണചന്ദ്രനായ അവൻ വീണ്ടും വാനിൽ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാൽ ഒരു ചരമഗീതം പോലെ എഴുന്നൊരു കവിതയ്ക്ക് അയാൾ പോകുന്നു എന്നല്ല, പൂർണ്ണചന്ദ്രനായി വീണ്ടും വാനിൽ അങ്ങനെ വിളങ്ങി തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള ഈ അവസാന ഇതുകൊണ്ട് കവിത ഇങ്ങനെ തിരിച്ചിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് വാക്കിന്റെ കളിയാണ്. വാക്കാണ്. ആ വാക്കിങ്ങനെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത് ഈ ഒരു ഇത് എന്ന് പറയുന്നത്. പറയുന്ന കാര്യത്തിൽ തന്നെ ചിലപ്പോ വിരുദ്ധോക്തി സൃഷ്ടിക്കുന്നതാണ്. ഐറണി എന്ന് പറയുന്ന ഒന്ന്. ഐറണി എന്ന് പറയുന്നത് വിരുദ്ധോക്തിയാണ്. നിങ്ങൾ പറയുന്നതിന്റെ ഉക്തിക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ബുദ്ധനും ആട്ടിൻകുട്ടി എന്ന് പറയുന്ന കവിത എഴുതുന്നത് ആരാ? അയ്യപ്പനാണ്. അയ്യപ്പൻ ബുദ്ധനെ ആട്ടിൻകുട്ടി എന്ന് പറയുന്ന കവിത എഴുതുമ്പോ ആ ബുദ്ധനോട് വന്ന് ആട്ടിൻകുട്ടിക്കാരാണ്, ബുദ്ധ ഞാൻ ആട്ടിൻകുട്ടി, കല്ലേറ് കൊണ്ടിട്ട് എന്റെ കണ്ണുപോയി, ആൾത്തറ കാണുവാൻ ഒട്ടും വയ്യ, കൃപാധാമമേ ബുദ്ധ കാണുവാൻ ഒട്ടും വയ്യ എന്നാണ്. പ്രഭാതാരവും എന്നെ തെളിച്ച പുൽപാതയും ഇടയൻ നഷ്ടപ്പെട്ട കുഞ്ഞാടാണല്ലോ, ഇനി തുണ നീ മാത്രം ബുദ്ധ, അലിവിന്നുറവു നീ എന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടി ഒന്ന് കരയാണ്. ആരോ കല്ലെറിഞ്ഞു, തന്റെ തല പൊട്ടി, മരണത്തെ കാണുകയാണ് മുന്നില്. അപ്പം പറയാണ്, മിണ്ടാത്ത നിൻ വെങ്കല പ്രതിമ എങ്ങാണാവോ, മണ്ട ഞാൻ പൊട്ടിച്ചെന്റെ കുരുതി സമ്മാനിക്കാം, കാരുണ്യമോ
കരസ്പർശമോ ഏൽക്കാതെ നിൻ പേരും വിളിച്ചും കൊണ്ടൻ ചോര കണ്ണടയവേ പുൽക്കൊടി താഴ്വരകൾ കാതിൽ പറഞ്ഞു എന്നെ കല്ലെറിഞ്ഞവനൊരു സിദ്ധാർത്ഥൻ എന്ന കുട്ടി. മനസ്സിലായോ? ബുദ്ധന്റെ മുന്നിൽ വന്ന് കരയാണ്. എന്റെ ആട്ടിൻകുട്ടി കരയാണ്. എന്നെ ആരോ കല്ലെറിഞ്ഞു, ഞാൻ മരിക്കാൻ പോവാണ്, രക്തമൊക്കെ വാർന്ന് വീടാറായി. ബുദ്ധ, നീ ഇനി എനിക്ക് അഭയന്താ, ഞാൻ മരിച്ചു വരുമ്പോ നിന്നെ എന്റെ തോളിലേക്ക് നീ എന്നെ കൊണ്ടുപോകുമോ? എന്ത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടാ. ആ വെങ്കല പ്രതിമയുടെ മുന്നിൽ പാവം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഇങ്ങനെ മരിച്ച മണ്ണിലേക്ക് വീഴാൻ പോകുമ്പോ ആ പുൽക്കൊടി ഇയാളുടെ ചെവി പറഞ്ഞു കൊടുക്കുകയാണ്, നിന്നെ കല്ലെറിഞ്ഞവൻ ആരാണ്? സിദ്ധാർത്ഥൻ എന്ന കുട്ടി. നീ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവൻ തന്നെയാണ് നിന്നെ കല്ലെറിഞ്ഞവൻ എന്ന് പറയുന്നത്. അതിനൊരു തീക്ഷ്ണത ഒന്ന് ആലോചിച്ചു നോക്കും. ആ കവിതയുടെ തുടക്കം മുതൽ ഇങ്ങനെ വരുന്നത്, നമ്മൾ ആരെയാണോ രക്ഷകനായി കണ്ടത്. അപ്പം നമ്മുടെ OMV സാർ പെങ്ങൾ എന്ന് പറയുന്ന കവിതയാണ്, രക്ഷപ്പെടുത്തുവാൻ കടപ്പെട്ടവനിൽ നിന്നും ഇക്ഷിതി ഗർഭത്തിൽ രക്ഷ തേടുന്നവൾ എന്നാണ്. പെങ്ങളോട് പറയാണ്, എന്റെ കൈ തണ്ടിലെ രാഹിച്ചരടു നീ ബന്ധിച്ചു, തെല്ലിടമിണ്ടാതെ നിന്നുവോ, പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ, നിൻ അശ്രുബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ, ആരു നീ എന്നു ഞാൻ ചോദിച്ചതില്ല, നിൻ പേര് പോലും നീ പറഞ്ഞുവില്ലെങ്കിലും വല്ലായ്മയാർന്ന നിൻ നിൽപ്പുമാ മൗനമായി തുള്ളികളായ അടർന്ന നിൻ ദുഃഖവും ചെഞ്ചുവ പോലും ഈ രാഖിയും എന്നോട് ചൊല്ലാതെ ചൊല്ലുന്നു, നിൻ പെങ്ങളാണിവൾ എന്ന് പറഞ്ഞ് എല്ലാവരും നഷ്ടപ്പെട്ടു പോയ ആ പെങ്ങള് ഇങ്ങനെ നിൽക്കുമ്പോൾ രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്ന് പോലും ഇക്ഷിതി ഗർഭത്തിൽ രക്ഷ തേടുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ഈ ഒരു ബുദ്ധനോട് വന്ന് കരയാണ്, എന്നെ രക്ഷിക്കാൻ കടപ്പെട്ടവൻ നീ, പക്ഷെ ആ ബുദ്ധൻ തന്നെയാണ് എന്ത് ചെയ്തത്, എന്നെ കല്ലെറിഞ്ഞു എന്ന് പറയുന്ന ഒന്ന്. ഈ വിരുദ്ധോക്തിയിലാണ് ആ കവിത കിടക്കുന്നത്. ഈ പരസ്പരം കിടക്കുന്ന വളരെ അവസാനത്തിൽ ഇങ്ങനെയുള്ള മാറ്റത്തിലാണ് ആ കവിത കിടക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. അയ്യപ്പനെ തന്നെ അത്താഴം എന്ന് പറയുന്ന ഒരു കവിത എടുക്കുക. അത്താഴത്തിന്റെ ഓരോ വാക്കും നമ്മുടെ അടുത്ത് അനേകം അടരുകളിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അത്താഴം എന്ന് പറയുന്ന ഒരു കവിതയ്ക്കകത്ത് കാറപകടത്തിൽ മരിച്ച വഴിയാത്രക്കാരന്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കെ അവന്റെ പോക്കറ്റിൽ നിന്ന് പറന്ന 5 രൂപയിലായിരുന്നു എന്റെ കണ്ണ്, ഞാൻ ഉണ്ടായിട്ടും താലിയറത്ത കെട്ടികൾ, എന്റെ കുട്ടികൾ വിശപ്പ് എന്ന നോക്കുകുത്തികൾ, ഇന്നത്തെ അത്താഴം ഇതുകൊണ്ട് ആകാം എന്നാണ്. രാത്രി അത്താഴത്തിന്റെ രുചിയും തുറങ്ങുന്ന മക്കൾ, അരവയറുമായി അച്ചിയും ഞാനും. കാറപകടത്തിൽ മരിച്ചവന്റെ ശവദാഹമോ പോസ്റ്റ്മോർട്ടമോ കഴിഞ്ഞിരിക്കാം, മരിച്ചവൻ ജീവിച്ചിരിക്കുന്നവന് വായ്ക്കരി തന്നിട്ട് പോയി എന്നാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു, കാറപകടത്തിൽ മരിച്ചു കിടക്കാണ് ഒരു വഴിയാത്രക്കാരൻ, അടുത്ത വരിയാണ് അവന്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കുകയാണ്. ആ മരിച്ചു കിടക്കുന്നവന്റെ ആ നിസ്സഹായത, മരിച്ചു കിടക്കുന്ന അവന്റെ ചോരയിൽ ചവിട്ടിയാണ് ആര് നിൽക്കുന്നത്, ഈ ആൾക്കൂട്ടം നിൽക്കുക. ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കുക. എന്താണ്? അവന്റെ പോക്കറ്റിൽ നിന്ന് പറന്നു വന്ന 5 രൂപയിൽ അപ്പൊ എന്റെ കണ്ണ്. ആർത്തിയാണ്. അവന്റെ പോക്കറ്റിൽ നിന്ന് 5 രൂപയിൽ. എന്നിട്ട് അടുത്ത വിശപ്പ് പറയാണ്, ഞാനുണ്ടായിട്ടും താലി, എന്തിനാ ഞാൻ 5 രൂപയിൽ കണ്ണു വെച്ചത്, ഞാനുണ്ടായിട്ടും താലി ഇറുത്ത കെട്ടിയോ, താലി വരെ വിറ്റ് ഞാൻ പണയം വെച്ചു. വിശപ്പ്, എന്റെ കുട്ടികൾ വിശപ്പ് താങ്ങാൻ വയ്യാത്ത എന്റെ കുഞ്ഞുങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറയാണ്. അങ്ങനെ മരിച്ചവൻ ജീവിച്ചിരിക്കുന്നവന് വായ്ക്കരി തന്നിട്ട്. വായ്ക്കരി സത്യത്തിൽ നമ്മളാർക്കാ കൊടുക്കുന്നത്, മരിച്ചയാണ്. പക്ഷെ മരിച്ചവൻ ഇവിടെ ജീവിച്ചിരിക്കുന്നവൻ ഈ 5 രൂപ കൊണ്ട് വായ്ക്കരി തന്നിട്ട് പോയി എന്ന് പറയുന്നതാണ്. ഓരോ വാക്ക് ഇങ്ങനെ ഒരു പാറ്റേണായിട്ട് അടുക്കി അതിനകത്ത് അനേക അർത്ഥങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളിക്കും. ചില സമസ്ത പദങ്ങൾ നോക്കുക ഭാഷയ്ക്കകത്ത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ കുരിപ്പുഴയുടെ സമസ്ത പദം എന്ന് പറയുന്നത് സ്വപ്ന സ്വിച്ച് എന്നാണ്. ഉപ്പ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സമാഹാരം. ഉപ്പ എന്ന് പറയുന്നത് സ്വപ്ന സ്വിച്ച്. മുത്തുനബി പോർക്കഥകൾ, ബുദ്ധ സന്ദേഹങ്ങൾ, കൃഷ്ണദൂത്, സീതാവ്യഥ, ക്രിസ്തു സഞ്ചാരങ്ങൾ, ഒക്കെയും പിഴിഞ്ഞൊഴിച്ച് ജ്ഞാനദാഹം മാറ്റി സ്വപ്ന സ്വിച്ചിൽ സ്പർശിച്ചെന്നും വെട്ടമിട്ടുപ്പ എന്നാണ്. അപ്പൊ ഉപ്പ എനിക്ക് എന്തൊക്കെയാ പറഞ്ഞു തരുന്നത്, ക്രിസ്തുവിന്റെ ഇത്, കൃഷ്ണന്റെ കാര്യം, സീതയുടെ കാര്യം, മുഹമ്മദ് നബിയുടെ കാര്യം എല്ലാം പറഞ്ഞു തന്ന് എന്റെ ജ്ഞാനദാഹം മാറ്റി എന്റെ സ്വപ്നത്തിന്റെ സ്വിച്ച് എന്ന് പറയുന്നത് വളരെ ആധുനികമായിട്ടുള്ള ഇതാണ്. സ്വപ്നം എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ച കാലം മുതലേ ഉള്ള ഒന്നാണ്. മലയാളത്തിലാണെങ്കിൽ രണ്ടും കൂടി സകാരത്തിയാണ്. ആ സ്വപ്ന സ്വിച്ച് എന്ന് പറയുന്ന ഒന്നിലൂടെ എങ്ങനെയാണ് ഈ വാക്കിന് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അദ്ദേഹത്തിന്റെ ഒരു കവിതയുടെ ഒരു പെങ്ങൾ സ്ഥാൻ എന്നാണ്. നമ്മുടെ പാകിസ്ഥാൻ, ആ പാകിസ്ഥാനെ അദ്ദേഹം വിളിക്കുന്ന പെങ്ങൾ സ്ഥാൻ. ഇവിടെ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ചില മനുഷ്യർക്ക് കുരു പൊട്ടും, പ്രശ്നമാണ് ചില മനുഷ്യർക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ പാകിസ്ഥാൻ ഒരു കാലം നമ്മുടെ പെങ്ങൾ പിരിഞ്ഞു പോയതാ. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന ആ പേരെന്താ, പെങ്ങൾ സ്ഥാൻ എന്നാ കവിതയെ കൊടുക്കുന്നത്. എന്നേ ചൊടിച്ചു പിരിഞ്ഞ നേർ പെങ്ങളെ, നിന്നെ എനിക്കൊന്നു കാണാൻ കൊതി, വീരഭഗത്തിന്റെ ലാഹോർ ലജ്പത്ത് റായ് വീണ മണ്ണിന്റെ രക്താഭവും ഭാവവും കാണാൻ കൊതി,
ഗസൽ ശീതമടിക്കുന്ന ഗോതമ്പു പാടവും ഖൈബർ ചുരത്തിന്റെ ഓർമ്മയിൽ കത്തും ചരിത്രവും പട്ടാളയാത്രയും ഇതെല്ലാം കാണാൻ കൊതിയെന്നാ പറയുന്നത്. അപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒന്നിനെ പെങ്ങൾ സ്ഥാനാക്കി മാറ്റുന്നു. ഈ കവിതയ്ക്കകത്ത് പുതുമ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് കാണാത്ത ഒരു ദേശത്തെ കവിതയ്ക്കകത്ത് കൊണ്ടുവരികയാണ്. അതൊരു പക്ഷെ കവി കണ്ടതായിരിക്കാം, ചിലപ്പോ ചരിത്രത്തിൽ വായിച്ചതായിരിക്കാം. ആ കവിതയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ പച്ചയിട്ട ചിനാബിന്റെ തീരത്തെ പേരമരങ്ങൾ, പാമീർ മലയോരത്തുമേയുന്നൊരൊട്ടക കൂട്ടങ്ങൾ, പെഷ്വാറിലെ പൊടിക്കാറ്റ്, കറാച്ചിയിൽ കപ്പലിറങ്ങിയ പർവ്വതാരോഹകർ, അല്ലാമ ഇക്ബാൽ മതിമറ നുറുതുവിൽ കല്ലിനെ പൂവാക്കി നിലാവ് കുടിപ്പിച്ച ടെന്റുകൾ, താർമരുഭൂവിതൻ തോളല്ലുകൾ, ബലൂജി പെൺകുട്ടികൾ തൊങ്ങലിട്ടാടി വലം വച്ച ഹുക്കകൾ, കാണാൻ കൊതി എന്നാണ്. ചിനാബ് നദി, അച്ഛനിട്ട് പാമീർ മലയോരം, പെഷ്വാറിലെ പൊടിക്കാറ്റ്, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ സാരെ ഇഹാംസെ അച്ഛ എഴുതിയ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉറുദുവിൽ എഴുതിയ ഗസലുകൾ, കവിതകൾ, അത് മുഴുവൻ ഇതെല്ലാം വായിച്ചോളൂ. ഈ ഒരു നമുക്ക് അപരിചിതമായ ഒരു ദേശത്തിൽ ചരിത്ര ജ്ഞാനത്തെ കൂടി ചേർത്ത് നമുക്ക് തരികയാണ്. അതുകൊണ്ട് ആ കവിതയ്ക്കകത്ത് ഒരു ഫ്രഷ്നെസ് ഉണ്ട്, പുതുമ. അതുകൊണ്ടാ പറയുന്നത് ഹ്യൂമൻ ചരിത്രം മുഴുവൻ വായിക്കണമെന്ന് പറയുന്നത്. ആ വായിക്കുമ്പോൾ നമ്മുടെ ഇതിനകത്ത് അത് മുഴുവൻ കിട്ടും. കുരിപ്പയുടെ തന്നെ ഇഷ്ടമുടി കായൽ എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് ഒരു വെള്ളത്തെ, ഇഷ്ടമുടി കായലിലെ വെള്ളത്തെ അദ്ദേഹം ഉപമിക്കുന്നത് നിന്റെ ഓളമല്ലോ തുളുമ്പുന്നു കറമ്പിക്കോത എന്നാണ്. ഒരു പെണ്ണിനെ പോലെയാണ് വിളിച്ചിട്ട്, പെണ്ണെന്നുള്ള രീതിയിൽ അത് കാണുകയാണ്. അപ്പൊ കുരിപ്പയുടെ അതിനകത്ത് പറയുമ്പോ നയത്തിൽ ചങ്ങാടമേറി കടവൂരേക്ക്, പകൽ തോറും മുൻപു പോകും കോൾ കുതിരയ്ക്ക്, ആളകമ്പടിയായി നിൽക്കും പരുന്തിൻ കണ്ണിൽ, നിന്റെ ഓളമല്ലോ തുളുമ്പുന്നു കറുമ്പിക്കോത എന്നാണ്. ഈ പരുന്തിങ്ങനെ പറക്കുക, ആ പരുന്തിന്റെ കണ്ണിലാണ് ഈ വെള്ളത്തിന്റെ ഓളം തുളുമ്പുന്നത്. ആ വെള്ളത്തിൽ അത് ഈ ഇഷ്ടമുടി കായൽ എന്ന, അഷ്ടമുടി കായലിനെ എനിക്ക് ഇഷ്ടപ്പെട്ടവളായതുകൊണ്ട് ഇഷ്ടമുടി കായൽ എന്ന് പറയാം കേട്ടോ. അതിന്റെ ഒരു വാഗ്മയ ചിത്രം തന്നെ അതിന്റെ പെണ്ണ് ഇപ്പൊ മുടി 8 കോർത്ത് കെട്ടി, വിരൽ 100 കാറ്റൊതുക്കി, വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ കിടക്കുന്നോളൂ, എന്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോളൂ എന്ന് പറഞ്ഞാൽ അതിനൊരു പെണ്ണിന്റെ രീതിയിൽ ഒരു വാഗ്മയ ചിത്രത്തിൽ അത് കൊണ്ടുവന്നിട്ട് അതിനകത്ത് സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ കറുമ്പിക്കോത എന്നുള്ള വിശേഷണം കൊടുക്കുമ്പോൾ ഈ വെള്ളം നേരിട്ട് കണ്ടല്ല, ആ പരുന്തിന്റെ കണ്ണിലാണ് ആ ജലം കാണുന്നു എന്നുള്ള രീതിയിൽ അത് എങ്ങനെ ഒരു വിവരണാത്മകതയിൽ എങ്ങനെ അതിനെ കുറച്ചുകൂടി സൗന്ദര്യവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഒരു വാക്കുണ്ട്, കരിങ്കക്ക മുകിൽ കൂട്ടം. ഇഷ്ടമുടി കായലിലെ ഒരു വാക്കാ. നമ്മൾ കക്ക അറിയാം, കരിങ്കക്ക അറിയാം. അപ്പൊ ആകാശത്തുള്ള മുകിലിനെ അദ്ദേഹം പറയുന്നത് ഇഷ്ടമുടി കായലിന് ആ മുകിലെന്ന് പറയുന്നത് കരിങ്കക്ക മുകിൽ കൂട്ടം എന്നാണ്. കായലിനെ പറ്റി പറയുമ്പോൾ ആ ആകാശത്തെ മുകിലിനെ ഉപമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വാക്കാണ് കരിങ്കക്ക. കരിങ്കക്ക മുകിൽ കൂട്ടം അമരത്തും അണിയത്തും തടം തിങ്ങി മെല്ലെ അങ്ങനെ തുഴഞ്ഞു പോകെ, എന്റെ ജലത്തുണ്ട് ഇത് നിലവിളിക്കുന്നു പറഞ്ഞിട്ടുള്ള വരുന്നത്. അടുത്ത വരുന്നത് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റുവലുകൾ. ഇപ്പൊ അഴുക്കത്തൊണ്ടിന്റെ പോള ഇരിഞ്ഞു വച്ച് റാണി തിടുക്കത്തിൽ നടകൊള്ളും പൂനിലാവത്ത്, ഉറക്കത്തിൽ ഉണരുന്നു തിരുനല്ലൂര് എന്നാണ്. ഈ കവിത വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മുന്നേ ചില കവിതകൾ വായിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് തിരുനെല്ലൂരിന്റെ റാണി എന്ന് പറയുന്ന കവിത. റാണി അഷ്ടമുടിക്കായലിന്റെ തീരത്ത് താമസിക്കുന്ന പെണ്ണാണ്. അവള് ഈ തൊണ്ടൊക്കെ എടുത്ത് അതിൽ കയറ് പിരിച്ചുണ്ടാക്കുന്ന ആളാണ്. അവൾ അതിലിരുന്നു കൊണ്ട് എങ്ങനെയാണ് ആരെയാണ് കാണുന്നത്? നമ്മുടെ നാണുവിനെ കാണുന്നു, നാണുവുമായിട്ട് പ്രണയത്തിലാകുന്നു, നാണുവിനെ ഇങ്ങനെ കണ്ടുകണ്ട് മനസ്സിനകത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. ആ ഒരു ഓർമ്മയാണ് കുരിപ്പിട് എന്ത് ചെയ്യുന്നത്, അഴുക്കത്തൊണ്ടിന്റെ പോള ഇരിഞ്ഞു വെച്ച് റാണി തിടുക്കത്തിൽ വന്ന് നിൽക്കുന്ന പൂനിലാവത്ത്. അത് ഈ സ്ഥലമാണ്, അഷ്ടമുടിക്കായലിന്റെ തീരമാണ് എന്ന് പറയണം. അപ്പൊ അത് കണ്ട് ഉറക്കത്തിൽ ഉണരുന്നു തിരുനല്ലൂര്. തിരുനെല്ലൂർ കരുണാകരൻ എന്ന് പറയുന്ന കവി ഉറക്കത്തിൽ ഉണരുകയാണ്. അതാണ് പറഞ്ഞത്, ഒരു കവിതയ്ക്കായിട്ട് ഇങ്ങനെ ഹൈപ്പർ ടെക്സ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് വായിച്ചാൽ നമ്മൾ നേരെ റാണി എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് വായിച്ചാൽ നമുക്ക് തിരുനെല്ലൂരിന്റെ കായൽ, അന്തിമാഞ്ഞ് ഇരുളിന്റെ നേർത്ത നീലിമ പാറും അന്തരീക്ഷത്തിൻ താഴെ ശാന്തമാകുന്നു കായൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന തിരുനെല്ലൂരിന്റെ വിശ്രുതമായ കായൽ എന്ന് പറയുന്ന കവിത വായിക്കണം. ഇതിനെല്ലാം ഈ കവിതയ്ക്കകത്ത് കൊണ്ടുവരണം. അതുകൊണ്ടാണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഹൈപ്പർ ടെക്സ്റ്റിന്റെ സ്വഭാവം കൂടി കവികൾ ചിലപ്പോൾ കവിതയ്ക്കകത്ത് കൊണ്ടുവരുന്നത്. ഞാൻ വേഗം തന്നെ നിർത്താം. ഒരു സാധനം കൂടി, ഇപ്പൊ പ്രാസം എന്ന് പറയുന്നുണ്ട്. പ്രാസം എന്ന് പറയുന്ന പണ്ടത്തെ പോലെ നമ്മള് ഈ ഒരു വാക്ക് ആദ്യപ്രാസം, അന്ത്യപ്രാസം, ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറഞ്ഞ പ്രാസം കൊണ്ടുവരണ്ട. നിങ്ങൾക്ക് പ്രാസം കൊണ്ടുവരുമ്പോ ചിലപ്പോ ഇപ്പം ഈ ലോകാവസാനം വരേക്കും പിറക്കാത്ത മകൻ എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നുണ്ട്.
ഈ മകൻ പിറക്കണ്ട, മകൻ വേണ്ട. കാരണം ഇത് എന്താണ്, ഈ ലോകം അങ്ങനെയാണല്ലോ. കാരണം ചുള്ളിക്കാട് ചിദംബര സ്മരണ എന്ന് പറയുന്ന ഇതിനകത്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അബോട്ട് കുഞ്ഞിനെ അബോഷൻ ചെയ്യേണ്ടി വന്നു. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എഴുതുന്നതാണ്. അപ്പൊ അദ്ദേഹം ആ കുഞ്ഞിന് കൊടുക്കുന്ന കുറെ വിശേഷണങ്ങൾ കൊടുക്കുന്നു. ഈ ലോകാവസാനം വരേക്ക് നീ പിറക്കാതെ പോകട്ടെ മകനെ, നരകങ്ങൾ പിളർക്കുന്ന ആണ് ഈ നാടെന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനകത്ത് എന്താണ്, പെറ്റു വീഴാൻ ഇടമെങ്ങും നിനക്കങ്ങ് വെട്ടിപ്പിടിച്ച് കഴിഞ്ഞൊരു ഈ ഭൂമിയിൽ, ഇനി നീ ജനിച്ചിട്ട് ഇവിടെ നിനക്ക് സ്ഥലമൊന്നും കിട്ടില്ല, കാരണം എല്ലാം അത് വെട്ടിപ്പിടിച്ച് കഴിഞ്ഞു. സർപ്പം കടിച്ച മുല കടഞ്ഞ അമ്മ എങ്ങനെയാണ് നിന്റെ ചുണ്ടിൽ പാല് തരുന്നത്, ആ രീതിക്ക് ഉള്ള നശിച്ച ഒരു ലോകമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, നീ ജനിച്ചാൽ തന്നെ എന്താണ്, നീ ഈ ലോകത്തോട് എന്ത് ചെയ്യും, ചിലപ്പോൾ ഇവർ കാണിക്കുന്ന അനീതിക്കെതിരെ നീ സംസാരിക്കും. അപ്പം മുക്തിക്ക് മുഷ്ടി ചുരുട്ടിയ നിന്നെയും കൊട്ടി അടയ്ക്കും കരിങ്കൾ തുറുങ്കുകൾ എന്നാണ്. നിങ്ങൾ ആലോചിച്ചു, മുക്തി എന്ന് വെച്ചാൽ എന്തിനാണ്, വിമോചനത്തിന്. മുക്തിക്ക് മുഷ്ടി ചുരുട്ടുക, മുഷ്ടി ചുരുട്ടിയ നിന്നെയും കൊട്ടി അടയ്ക്കും ആര്, കരിങ്കൾ തുറുങ്കുകൾ. അവിടെ മുക്തി എന്ന് പറയുന്നതിന് സമാനം മുഷ്ടി എന്ന് പറയുന്ന ഒരിത് വരുന്നു. നമുക്ക് വായിച്ചില്ലെങ്കിൽ വാക്ക് കിട്ടില്ല. നമ്മള് മുക്തി എന്ന് പറയുന്ന വാക്ക് വിമോചനത്തിന് അങ്ങനെ ഒരു പര്യായ അർത്ഥം ഉണ്ടെന്നോ. മുക്തിക്ക് മുഷ്ടി ചുരുട്ടിയ നിന്നെയും കൊട്ടി അടയ്ക്കും കരിങ്കൾ തുറുങ്കുകൾ, മുൾക്കുരിശേന്തി മുടന്തുമ്പോൾ എന്നെ നീ, അടുത്ത് മുൾക്കുരിശ് മുടന്തുമ്പോൾ, മുൾക്കുരിശേന്തി മുടന്തുമ്പോൾ എന്നെ നീ ക്രുദ്ധമൗനത്താൽ വിചാരണ ചെയ്തിടാം, നിന്നെ കുറിച്ചുള്ള ദുഃഖമെൻ പെണ്ണിന്റെ ഉള്ളം പിളർത്തുന്ന വാളായുറഞ്ഞിടാം, അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിക്കയാൽ വെറും ഹസ്തഭോഗങ്ങളിൽ, പെണ്ണിന്റെ കണ്ണുനീരിറ്റു വീഴുന്ന വിഫല സംഘങ്ങളിൽ, സൃഷ്ടിരാഗത്തിൽ കെടുത്തുന്നു നിന്നെ ഞാൻ എന്നാണ്. ആലോചിച്ച് നോക്ക്, അതെല്ലാം എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ട് എനിക്ക് എന്താ പറയാ, ഇവിടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ ഞാൻ അതെല്ലാം നിന്നെ ആ സൃഷ്ടിദാഹത്തിൽ തന്നെ നിന്നെ കെടുത്തിക്കളയാണ് എന്നാണ് ഇത് പറയുന്നത്. ഒന്ന് ആലോചിച്ചു, മുക്തിക്ക് മുഷ്ടി, മുൾക്കുരിശേന്തി മുടന്തുമ്പോ, ഇങ്ങനെ ഈ വാക്ക് പെട്ടെന്ന് ഒരു വാക്കിന് തുടർച്ചയായി അനുയോജ്യമായ ഒരു വാക്ക് വരണമെങ്കിൽ വായന കൊണ്ട് ഇത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം അതാണ്, നമ്മൾ കവിത എഴുതുമ്പോൾ നമുക്ക് അതിന് അനുയോജ്യമായ വാക്ക് കിട്ടാതെ പോകുന്ന, നമുക്ക് അത്രയും വാക്കുകൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം കൂടി. അദ്ദേഹത്തിന്റെ യാത്രാമൊഴി എന്ന് പറയുന്ന ഒരൊറ്റ കവിത നോക്കുക. യാത്രാമൊഴിയിൽ പുലരുവാൻ 7:30 രാവേ ഉള്ളൂ, പൂങ്കോടി കൂവി കഴിഞ്ഞേ ഉള്ളൂ, കണ്ണീരിൽ മുങ്ങി കുളി കഴിഞ്ഞ് വെണ്ണീർ കൊണ്ട് കുറി വരച്ച് ദുരിതം കൊണ്ടൊരു നിറപറ നിറച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ കവിത പോവുകയാണ്. അതിന് അവസാനം ആ കവിതക്കകത്ത് അമ്മയെ പിൻവിളി വിളിക്കാതെ മുടിനാര് കൊണ്ട് എന്റെ കടല് കെട്ടാതെ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അമ്മ വീട്ടുകാരോട് മുഴുവൻ ഇത് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ ആധുനികരുടെ ഇതാണ്, വീട് വിട്ട് ഇറങ്ങി പോവുക, പ്രണയത്തിന്റെ, പ്രണയഭംഗത്തിന്റെ, ദൈവനിഷേധത്തിന്റെ, വീട് വിട്ട് ഇറങ്ങി പോകുന്നതിന്റെ ഒക്കെ ആധുനിക കവിതകളുടെ സ്വഭാവമാണ്. അപ്പൊ വീട് വിട്ട് ഇറങ്ങിപ്പോവാണ്. അമ്മ എന്നെ തിരിച്ചു വിളിക്കുക, അമ്മേ നീ നിന്റെ മുടിനാര് കൊണ്ട് എന്റെ കടല് കെട്ടല്ലേ, നീ എന്നെ വിളിച്ച എന്റെ കാല് നിന്റെ മുടിനാര് കൊണ്ട് കെട്ടിയിടല്ലേ എന്നാണ്, എന്നെ പോകാൻ അനുവദിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അമ്മയുടെ സ്നേഹത്തിനൊക്കെ പറയുന്നത് മുടിനാര്. ഈ കവിത അവസാനിക്കുമ്പോൾ പറയുന്നത് അമ്മേ മിഴിനാര് കൊണ്ട് എന്റെ കടല് കെട്ടാതെ എന്നാണ്. മുടിനാര് എന്തായി മാറി, മിഴിനാരായി മാറി. അമ്മേ മുടിനാര് കൊണ്ട് എന്റെ കടല് കെട്ടാതെ എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, എന്നാകിലും ഇത് തെളിയുന്നതില്ല നിറമിഴിയിൽ ഒരു വഴിയും, ഒഴിയുന്നതിൽ ഇടഞ്ഞി രാഹുകാലം, പാപശാപങ്ങൾ കടും മഞ്ഞൾ കളംബര ചാടി ഇരുളാണ്ടൊരൻ കർമ്മപഥങ്ങളിൽ, കാലം പൊലിക്ക മൃതിനാദങ്ങളെ തിരികൾ നീളെ തെളിക്ക ശിവഭൂതങ്ങളെ. കാണുക എന്റെ തളർന്ന വലം കൈയിലെ ക്ലാവു പൊന്തയിൽ കണ്ണുനീരിറ്റുപോൾ ജീവിതവും, എന്തിനതിൽ അലിയുമൊരു നക്ഷത്ര രശ്മിതൻ പുഞ്ചിരിപ്പാടും കഴിഞ്ഞു. പണ്ടേതോ തുലാവരിഷ രാവിന്റെ മച്ചറയിൽ ഏകാന്ത മാത്രയിൽ ഒരാഗ്നേയ നിർവൃതി നുണഞ്ഞതിനു ശിക്ഷയായി പെങ്ങളെ, അന്നു നീയുള്ളിൽ മുളകൊള്ളും തുടിപ്പും ഞരമ്പുകളിൽ നിദ്രമാളുന്ന നോവുമായി, ആറിന്റെ നെഞ്ചകം കീറിപ്പിളർന്നു മറ കൊണ്ടതും ഒരീറണ്ണിലാവ് മിഴി പൊത്തിക്കരഞ്ഞതും ആരോർക്കുവാനിനി. ഞാൻ ഒരു കാര്യം ഈ കവിതക്കകത്ത് ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞെനിക്ക് ഏതെങ്കിലും ഒരു വരി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. തെളിയുന്നതില്ല നിറമിഴിയിൽ ഒരു വഴിയും, ഒഴിയുന്നതില്ല ഇഴഞ്ഞി രാഹുകാലം. ആലോചിച്ചു നോക്കുക, അതിന്റെ പ്രാസത്തിൽ വരുന്ന പാപശാപങ്ങൾ കടും മഞ്ഞൾ കളം വരെ ചാടി ഇരുളാണ്ടൊരൻ കർമ്മപഥത്തിൽ, താലം പൊലിക്ക മൃതിനാദങ്ങളെ തിരികൾ നീളെ തെളിക്ക ശിവഭൂതങ്ങളെ. നമ്മൾ ഈ വാക്കിതാണ്, വാക്കിങ്ങനെ ഒന്നിനു മേലൊന്ന് ചടുലമായി ഇങ്ങനെ വരുവാണ്. ചടുലമായി അങ്ങനെ വരുന്നതുകൊണ്ടാണ് ആ ഒരു ദ്രുത ചലനത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ കവിതയ്ക്ക് പോലെ അതിന്റെ സൗന്ദര്യം വരുന്നത്. പണ്ട് പെങ്ങളെന്ന് പറയുന്നത് വേറൊരാളുമായി പ്രണയം നുണഞ്ഞതിന്റെ പേരിൽ, അവൾ ആ ദുഃഖത്തിന്റെ പേരിൽ, അതിന് കാരണം ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും എന്നുള്ള ഒരു ഭയത്തിൽ അവളെന്ന പണ്ടേതോ തുലാവരിഷ രാവിന്റെ മച്ചറയിൽ ഏകാന്ത മാത്രയിൽ
ഒരു ആഗ്നേയ നിർവൃതി നുണഞ്ഞതിനു ശിക്ഷയായി പെങ്ങളെ അന്നു നീ ഉള്ളിൽ മുളകൊള്ളും തുടിപ്പും ഞരമ്പുകളിൽ ഉന്നിദ്രമാളുന്ന നോവുമായി ആറിന്റെ നെഞ്ചകം കീറിപ്പിളർന്ന് മറ കൊണ്ടത്. മരിച്ചു, പെങ്ങള് അങ്ങനെ ആയിപ്പോയതുകൊണ്ട് മരിച്ചു. പക്ഷെ ആ മരണം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇപ്പം കുഞ്ഞേടത്തി എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് ഒഴിഞ്ഞു പറയുന്നുണ്ട്, കുഞ്ഞേടത്തിക്ക് ഉണ്ണിയെ തന്നെ ഏറെ ഇഷ്ടം എന്ന് പറഞ്ഞ കുഞ്ഞേടത്തി പെട്ടെന്ന് മരിക്കുന്നു. കുഞ്ഞേടത്തിയുടെ വയറ്റിലൊരു ഉണ്ണി ഉണ്ടായി എന്നുള്ളതാണ് അറിയുന്ന ഒഴിഞ്ഞു പറയാം. ഒഴിഞ്ഞു അത്ര സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ ചുള്ളിക്കാട് പറയുമ്പോൾ എന്താണ്, തുലാവരിശ രാവിന്റെ മച്ചറയിൽ ഏകാന്ത മാത്രയിൽ ഒരു ആഗ്നേയ നിർവൃതി നുണഞ്ഞതിന് ശിക്ഷയായി പെങ്ങളെ അന്നു നീ ഉള്ളിൽ മുളകൊള്ളും തുടിപ്പും ഞരമ്പുകളിൽ ഉന്നിദ്രമാളുന്ന നോവുമായി ആറിന്റെ നെഞ്ചകം കീറിപ്പിളർന്നു മറ കൊണ്ടതും ഒരു ഈറൻ നിലാവ് മിഴി പൊത്തിക്കരഞ്ഞതും. അതൊക്കെ ആരോർക്കാനാണ് ഇനി എന്നാണ് പറയാണ്. എല്ലാം ആരോർക്കും. കാലം കഴിയുമ്പോൾ നിങ്ങൾ എന്തെഴുന്നോ നിങ്ങൾ അതേ ഇവിടെ കിടക്കും. നമ്മള് 200 കൊല്ലം മുമ്പുള്ള നമ്മുടെ ആൾക്കാരുടെ ജീവിതം നമുക്കറിയും. അതാണ് അതൊക്കെ ആരോ ഇത് പറയാണ്. ഇത് പറയുമ്പോഴാണ് ചുള്ളിക്കാടിന്റെ ഒരു ഇതുകൂടി. ഇപ്പൊ നമ്മുടെ ഈ ONV സാറ് ഭൂമിക്കൊരു ചർമ്മഗീതം എന്ന കവിതയ്ക്കകത്ത് ഈഡിപ്പസിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അത് അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥ എത്ര പഴകി എന്നാണ്. എന്ന് വെച്ചാൽ യവന തരുണൻ എന്ന് പറയുന്ന ഈഡിപ്പസ് ആണ്. അറിയാതെ അമ്മയോടൊപ്പം വേഷ നടത്തേണ്ടി വന്ന യവന തരുണനായ ഈഡിപ്പസിന്റെ കഥ എത്രയോ പഴകി എന്നാണ്. അതിലെ ചുള്ളിക്കാട് പറയുന്നത് എങ്ങനെയാണ്, സ്വന്തം മാതാവിൻ ഋതുകാല നഗ്നത കണ്ടു കാമിക്കയാൽ ഷണ്ടനായി തീർന്ന ഞാൻ ആണ്ടുപോകുന്നു വീണ്ടെടുക്കുവാനാകാത്ത നിന്റെ നിഷിദ്ധ ജലങ്ങളിൽ എന്ന്. എന്ന് വെച്ചാൽ അവിടെ ONV പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടാ. ഇതിന് മുന്നേ ചുള്ളിക്കാടിന് മുമ്പത്തെ തലമുറ വിഷയത്തെ ആവിഷ്കരിക്കുന്നത് വളരെ അറിയാതെ ജനനിയെ പരിണയിച്ച യവന തരുണന്റെ. പക്ഷെ ഇത് പറഞ്ഞ സ്വന്തം മാതാവിൻ ഋതുകാല നഗ്നത കണ്ട ഞാനാണത്. ആ ഈഡിപ്പസ് എന്ന് പറയുന്നത് വേറൊരുത്തനല്ല. ആ സ്വന്തം മാതാവിൻ ഋതുകാല നഗ്നത കണ്ട ഇത് വീണ്ടെടുക്കാനാവാത്ത നിന്റെ നിഷിദ്ധ ജലങ്ങൾ, ആ നശിച്ച മാലാക പോൽ വീണ്ടെടുക്കാനാവാത്ത നിന്റെ നിഷിദ്ധ ജലങ്ങൾ ഞാൻ ആ പാപഭാരം തന്നിലേക്ക് കയറുന്നു. അതൊരു ഭാഷ കൊണ്ട് മാത്രം നടക്കും, വാക്കുകൊണ്ട് മാത്രം കഴിയുന്നു. ആ വാക്കിൽ അത്രയും സ്വാധീനം, വാക്ക് തന്റെ പരിധിയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം ചുള്ളിക്കാടിന് കഴിയുന്ന ഒരിതാണ്. ആ കവിതയ്ക്കകത്തിന് അവസാനം പറയുക, അമ്മേ ഇതും കാണുക. യാത്രാമൊഴി എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് അമ്മേ ഇതും കാണുക, എന്നേ കളിവിളക്കിനൊളി കെട്ടുപോയി അരങ്ങത്ത്, എന്നേ ഋതുക്കൾ തൻ കാൽച്ചിലമ്പൊച്ചകൾ ഒഴിഞ്ഞുപോയി അരങ്ങത്ത്, പാതിരാതോറും പകലറുതി തോറും നാഗശുഖ കാകളി കഴിഞ്ഞ് രാമായണം പായിൽ തെറുത്തേ, സീതാ ദുഃഖം ഉള്ളിൽ കടഞ്ഞേ, ഇമകളിൽ ഉറക്കം കടിച്ചേ കാണികൾ പിരിഞ്ഞു, ആളും വെളിച്ചവും അണഞ്ഞ കൂത്തമ്പലം, മൂന്നാം പദം പാടിയാടുന്ന മൂകത മാത്രം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് അമ്മേ ഇതും കാണുക, ഈ കളിവിളക്കിന് ഒളിയൊക്കെ കെട്ടുപോയി. കഥകളിയുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പറയാണ്. കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ അത്ര കണ്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു വരിയുടെ നിർമ്മാണമാണത്. അത് കഥകളിയെ മനസ്സിലാക്കും. അതുകൊണ്ട് ആളും വെളിച്ച ഇമകളിൽ ഉറക്കം കടിച്ചേ കാണികൾ പിരിഞ്ഞുപോയി. കഥകളി കണ്ടിട്ട് ഈ കാണികൾ ഇമകളിൽ വന്ന് ഈ ഉറക്കം കടിച്ചു. ഇന്നലെ രാത്രി നമ്മളിവിടെ കവിത കേട്ടുകൊണ്ടിരുന്നപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഒരർത്ഥമായ അവസ്ഥയിൽ പോകുന്നില്ല. അപ്പൊ അത് വെറുതെ ഉറക്കം വരുന്നതല്ല, ഇമകളിൽ വന്ന് ഉറക്കം കടിച്ചത് കൊണ്ട് കാണികൾ പിരിഞ്ഞുപോയി. പിന്നെയോ ആളും വെളിച്ചവും അണഞ്ഞ കൂത്തമ്പലം, ആളും വെളിച്ചവും എല്ലാം അണഞ്ഞ ആ കൂത്തമ്പലത്തിൽ എന്താണ്, മൂന്നാം പദം പാടിയാടുന്ന മൂകത മാത്രം എന്നാണ്. മൂന്നാം പദം പാടി ആടുന്ന ആരാ സത്യത്തിൽ? അവള് കലാകാരൻ നിന്ന് പാടി ആടേണ്ടതാ. പക്ഷെ ഇപ്പോൾ അവിടെ ആരുമില്ല. അവിടെ പക്ഷെ നടക്കുന്നുണ്ട്. മൂന്നാം പദം പാടിയാടുന്ന മൂകത മാത്രം. ഇങ്ങനെ മൂന്നാം പദം പാടിയാടുന്ന കഥകളി മനസ്സിലാക്കുമ്പോൾ കഥകളിയുടെ ആചാരങ്ങൾ, കഥകളിയുടെ ചിട്ടകൾ എന്താണ്, നളചരിതം ആട്ടക്കഥ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കുന്ന ഇടത്ത് നിന്നിട്ട് മാത്രം എഴുതാൻ കഴിയുന്ന വരികളായി അത് മാറുന്നു. മറ്റൊന്നാണ് ശബ്ദവിന്യാസം കൊണ്ട് കവിത ചെയ്യുന്നത്. ഇപ്പം അയ്യപ്പ പണിക്കരുടെ നമ്മളെല്ലാം ഉദാഹരിക്കുന്ന ഒരൊറ്റ കവിത മാത്രം എടുത്താൽ അതേതാ, കം തകം പാതകം കൊലപാതകം വാഴക്കൊലപാതകം നേന്ത്രവാഴ കൊലപാതകം എന്നിട്ട് തിരിച്ചു വീണ്ടും വാഴക്കൊലപാതകം കൊലപാതകം പാതകം തകം കം എന്ന് പറയുന്ന ഒരു ഭാഷയുടെ ഒരു ഇതുകൊണ്ട് ഒരു സ്ട്രക്ചർ പോലെ ഇങ്ങനെ വന്ന് തിരിച്ച് അതേ സ്ട്രക്ചർ നിർമ്മിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചില ഒരുപക്ഷെ അത് നിരർത്ഥകം എന്ന് നമുക്ക് തോന്നാം. അർത്ഥം പ്രത്യേകിച്ച് എന്താണ്, പണ്ട് ദാദായിസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വന്ന സമയത്ത് ദാദായിസം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, ആ ദാദായിസത്തിലെ കവികളൊക്കെ തന്നെ ഇത്തരം നിരർത്ഥക പദങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ ഈ കവിത കെട്ടുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് കവിതയായിട്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ആൾക്കാര് ഈ വള്ളം തള്ളുമ്പോൾ ഒരു പാട്ട് പാടാം, അതിനർത്ഥം എനിക്കിന്നേ വരെ പിടികിട്ടിയിട്ടില്ല. ആൾക്കാരോട് ചോദിച്ചാൽ അവർക്ക് വേല ഇലോ വേല ചുംബവിലാന അമ്പവിലാന ആങ്കനൂര് അയലാനൂര് അയലാനാട്ടി ഹള്ളടി മുണ്ട വെള്ള കണക്ക ഓയിലാമ പിഞ്ചുപടപ്പ ആമിക തോപ്പ് തോപ്പുകാര്
എന്താ ഊരെന്ന് മനസ്സിലായി, ഹള്ളടി മുണ്ട ഒരു കന്നഡ പദമാണെന്ന് മനസ്സിലായി, ബാക്കി ഒന്ന് എന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ നിരർത്ഥകമായ ചില പദങ്ങൾ കൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും, ചില കാര്യങ്ങൾ കിട്ടും. ഇതിനകത്തിപ്പോ ഇദ്ദേഹം ഒരു ഒറ്റ വാക്കാണ്, നേന്ത്രവാഴ കൊലപാതകം എന്ന് പറയുന്ന ഒറ്റ വാക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഒരു അക്ഷരങ്ങളെ മാത്രം അടുക്കിയാണ് അത് എന്ത് ചെയ്യുന്നത്, കവിത എന്ന് പറയുന്ന ഒന്ന് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ വായിച്ച അപ്പൊ അബ്രാമിന്റെ ഒരു കവിതയുണ്ട്, പരിണാമം എന്ന് പറയുന്ന കവിത. അതിനകത്ത് അബ്രാം പറയുന്നുണ്ട്, ഇത് ചെവികളല്ല, ഇത് ചിറകുകളാണ്, നിങ്ങളുടെ ചെവികൾ. പരിണാമത്തിന്റെ കാലത്തിലോ വേഗത്തിലോ സംഭവിച്ച പ്രശ്നമാകാം ഇതെന്നാണ്. കാരണം നിങ്ങൾ തെറ്റായ പ്യൂപ്പയിൽ വന്നുപെട്ടു. അതോടുകൂടി എന്താണ്, നിങ്ങളുടെ ചിറകുകൾ ചെറുതും നിങ്ങളുടെ ഉടൽ വലുതുമായി മാറി. യുഗാന്തരങ്ങളുടെ പ്രളയം ചിറകുകൾ കേൾവിയായി മാറി. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ണുറക്കണം, എന്നിട്ട് നിങ്ങളുടെ മുഖം മറക്കൂ, ഈ രണ്ട് ചെവികളെ മാത്രം സങ്കല്പിക്കൂ, ശലഭം എന്നാണ്. നിങ്ങൾ ഈ മുഖം കളഞ്ഞ് ഈ രണ്ട് ചെവിയെ മാത്രം ചേർത്ത് വെച്ചോ, ഒരു ശലഭം പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലേ? അതാണ് നിങ്ങളെന്ന് പറയുന്ന കുരങ്ങിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊന്നിൽ നിന്നോ ഉണ്ടായവരല്ല, ഒരു ചിത്രശലഭത്തിൽ നിന്ന് ഉണ്ടായെന്നാ പറയുന്നത്. അത് ശാസ്ത്ര സത്യവും അല്ല, ഒരു പൊയിറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊയിട്രി കവിതയിലെ ഒരു സത്യം പോലെ ആവിഷ്കരിക്കുന്ന ഒന്നാണ്. നമ്മൾ തെറ്റായ പ്യൂപ്പയിൽ ചെന്നുപെട്ടു, അതുകൊണ്ട് നമ്മുടെ ശരീരം വലുതായി, ചിറകുകൾ ചെറുതായി, അതുകൊണ്ട് ചിത്രശലഭങ്ങളായി നമ്മളിപ്പോ ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. അറിയോ, അത് എന്തൊരു നിരീക്ഷണമാണ്. അടി വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് ആ കവിത കിട്ടിയത്, ഒരു ഇതുകൊണ്ടുള്ള ഒരു അടര. ഒരൊറ്റ ഇത് ഈ കൂടി പറയാം, അവന്റെ കാർത്തികിന്റെ ഒരു കവിത, അടുത്ത കാർത്തികിന്റെ അബ്രാമിന്റെയും പുസ്തകമാണ് എനിക്ക് ഇറങ്ങിയതിലേറെ ഇഷ്ടപ്പെട്ടല്ലേ. സുബിന്റെ ദുർഗയുടെ ഒരുപാടേറെ പുസ്തകം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ കവിതകളിൽ കുറച്ചുകൂടി ഇത് എനിക്ക് ചില ഈ വിഷയവുമായി ചേർത്ത് വെക്കാൻ പറ്റിയ ചില കവിതകൾ കിട്ടും. അതിലൊന്നായാലും സ്പൂണിനെ കുറിച്ച് പറയുന്നത്. പണ്ട് ഈ അച്ഛൻ ഈ കുഞ്ഞിനിങ്ങനെ ആഹാരം കൊടുക്കുമ്പോൾ പെട്ടെന്ന് സ്പൂൺ എവിടെ പോയെന്ന് കുട്ടി ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, സ്പൂണ് കള്ളം കട്ടോണ്ട് പോയി എന്ന് പറയും. കള്ളം കട്ടോണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞിന് വീണ്ടും ആഹാരം കൊടുക്കുന്നത്, കൊച്ചിനിങ്ങനെ സ്പൂണ്. അപ്പം കാർത്തിക് പറയാണ്, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാനൊരാളെ കണ്ടു, അപ്പൊ അദ്ദേഹം കുഞ്ഞിന് ആഹാരം കൊടുത്തുകൊണ്ട് അപ്പൊ കുഞ്ഞ് ചോദിച്ചു, പപ്പ അച്ഛൻ സ്പൂൺ എവിടെ പോയി? അപ്പൊ അദ്ദേഹം പറയുന്നത്, സ്പൂണ് വെള്ളത്തിൽ അലിഞ്ഞു പോയല്ലോ. അപ്പൊ അവൻ പറയാണ്, കാലം കഴിയും തോറും മനുഷ്യർ അലിവുള്ളവരാകുന്നുണ്ട് എന്നാണ്. മനസ്സിലായി? പണ്ടി കളഞ്ഞുപോയി എന്ന് പറയുന്നിടത്ത് ഈ സ്പൂൺ ഇപ്പോൾ വെള്ളത്തിൽ അലിഞ്ഞു പോയല്ലോ എന്ന് പറയുന്ന പുതിയ ഉദാഹരണങ്ങൾ കണ്ടെത്തുന്നു. എന്നിട്ട് കാലം കഴിയും തോറും മനുഷ്യർ അലിവുള്ളവരായി മാറുന്നതാണ്. ആ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിപ്പില്ല. കാലം കഴിയും തോറും മനുഷ്യരെവിടെ അലിവുള്ളവരായി? കൊന്നു തിന്നാതിരിക്കുന്ന രണ്ട് ശത്രുക്കളാണ്, നമ്മുടെ രണ്ട് ശത്രു രാജ്യങ്ങളാണ്. നിങ്ങൾ എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അയാൾ നമ്മുടെ കുടൂർ വിൽസന്റെ കവിതയിൽ പറയും പോലെ, കഴിഞ്ഞ കൊല്ലം അഫ്ഗാന്റെ തലസ്ഥാനമായ കാബൂളിൽ വെച്ച് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ കണ്ടുമുട്ടിയിരുന്നു. അന്ന് എന്നെ കൊല്ലാൻ നിന്ന ഒരു ഉണ്ടയാണ് നിന്റെ നോട്ടമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്ന ഒന്നു. അത്രയുള്ള മനുഷ്യര് ശത്രുക്കളാണ്. പിന്നെ കവികളെ പറ്റി പറയും അലിവുള്ളവരാണെന്ന്, അത് പിന്നെ കൂടുതൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആണ് ഏറ്റവും വലിയൊരു ഇത്. പോട്ടെ. മറ്റൊന്ന് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒന്ന്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ ടെക്സ്റ്റിൽ ഒന്നാണ് പറഞ്ഞത്. ഇപ്പൊ റാണി എന്ന് പറയുന്ന കവിത എങ്ങനെയാണ് കുരിപ്പുഴയുടെ ഇഷ്ടമുടി കായലിനകത്ത് വരുന്നത്. മറ്റൊന്ന് കാറ്റേ കടലേ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, പി രാമചന്ദ്ര മാഷിന്റെ. ആ കാറ്റേ കടലയുടെ അവസാനം പി രാമചന്ദ്ര മാഷ് പറയുന്നുണ്ട്, എന്താണ് മറ്റേ ഇത് എന്താ ഈ ഒരു ഹൈപ്പർ ടെക്സ്റ്റിന്റെ ഇതിൽ നിന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇപ്പം എന്താണ്, കാറ്റേ കടലെ തെങ്ങോലകളെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമാകാൻ പോകുന്നു. ബഷീറിന്റെ കഥയിലെ നാരായണി ആകാശത്തേക്ക് ചുള്ളിക്കമ്പറഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും അടയാളം കാട്ടണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ വായിച്ച ചില പുസ്തകങ്ങൾ ഇതിനകത്ത്, ഇപ്പൊ ഞാൻ രണ്ട് ഹൈപ്പർ ടെക്സ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ അഴുക്ക തൊണ്ടിന്റെ പോള ഇരിഞ്ഞു വെച്ച് എന്ന് ഇഷ്ടമുടി കായലിനകത്ത് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്ന റാണി എന്ന് പറയുന്ന ഒരു കവിതയുടെ പരിസരം ഓടി വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ബഷീറിന്റെ മതിലുകൾ എന്ന് പറയുന്ന ഒരു നോവലും, ആ നോവലിന് അപ്പുറത്ത് ജയിലിന്റെ അപ്പുറത്ത് നിൽക്കുന്ന നാരായണിയും ഇപ്പുറത്ത് നിൽക്കുന്ന ആളും തമ്മിലുള്ള, ബഷീറും തമ്മിലുള്ള ആ സംഭാഷണത്തിന് ഇത് വരുന്നതൊക്കെ തന്നെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു വെൽഷ് എൻഗ്ലൈൻ ഉണ്ട്. എൻഗ്ലൈനിന്റെ 4 വരിയിൽ എഴുതിയാണ്. നമുക്ക് ചെറിയ ചെറിയ വരികളിൽ ഇപ്പൊ കവിത ഹൈക്കൂവിൽ എഴുതാം, എൻഗ്ലിനിൽ എഴുതാം, മോണോസ്റ്റിക്സ് ആയിട്ട് എഴുതാം, ഒറ്റ വരി കവിത എഴുതാം. അങ്ങനെ കവിതയ്ക്ക് ലോകത്ത് തന്നെ വ്യത്യസ്തമായ പരീക്ഷണ രൂപങ്ങളുണ്ട്. ഇപ്പൊ കുഞ്ഞുണ്ണി എഴുതിയ കവിതകളുണ്ട്, ഗ്രീക്ക് എപ്പിഗ്രാമൊക്കെയാണ് അതിന്റെ തുടക്കം, അതിന് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ വെൽഷിന് പറയുന്നത്, വെൽഷിലെ ഒരു ഇത് ഇപ്പൊ ജോണിന്റെ ഒരു വെൽഷ് എന്ന് പറയുന്നത്, ഒരു വരില്ലൊറ്റയ്ക്കൊരിക്കലും വയസ്സാം കാലം, തൻ കൂടെ കരുതും നെടുവീർപ്പുകൾ ആവലാദികൾ, ഇപ്പോൾ ഇതാ നീണ്ടോരുറക്കമില്ലായ്മ, പിന്നെ ഇപ്പോഴിതാ ദീർഘമായ പാതി മയക്കം എന്നാണ്. നിങ്ങൾ വയസ്സാകുമ്പോൾ വയസ്സാം കാലം ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല. ഒപ്പം എന്താ വരിക? അത് കൂടെ കരുതും ചില നെടുവീർപ്പുകൾ, ചില ആവലാദികൾ,
നീണ്ടൊരു ഉറക്കമില്ലായ്മ, ചിലപ്പോൾ ചില പാതി മയക്കം, എന്ന് വെച്ചാൽ ഒറ്റയ്ക്കൊരിക്കലും നിങ്ങളെ തേടി വയസ്സാങ്കാലത്തിന് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് ട്രൂത്ത്, സത്യമാണത്. ആ കാര്യം അതെങ്ങനെയാണ് ആ കവിതയ്ക്കകത്ത് അത് കൊണ്ടുവരുന്നത്. പി രാമന്റെ വിവർത്തനമാണ് ഞാൻ വായിച്ചത്. സറ്റയർ എന്ന് പറയുന്ന ഒന്ന് സത്യത്തിൽ ഈ കവിത. ഇപ്പൊ റബ്ബർ വൈഫ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, ഉളപ്പമണ്ണയുടെ കവിത. അതിനകത്ത് ഇപ്പം ഉളപ്പമണ്ണ ഈ കല്യാണം കഴിക്കാത്ത ഒരു ചെറുക്കൻ, നാണം കുടുങ്ങിയൊക്കെ നടന്ന ഒരാള് കുറച്ച് കഴിഞ്ഞ് കല്യാണം കഴിച്ചിരിക്കുകയാണ്. നാട്ടുകാർ നടന്നപ്പോൾ ഭയങ്കര കൗതുകം, ഇവനെങ്ങനെ കല്യാണം കഴിച്ചത്? സത്യത്തിൽ കല്യാണം കഴിക്കാനൊക്കെ അങ്ങനെ ഇതായിട്ട് നടന്നില്ല. അങ്ങനെ ആ നാട്ടുകാരെല്ലാവരും വീട്ടിൽ കൂടി. അയാളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചെന്നൊക്കെ അറിഞ്ഞല്ലോ, എവിടെയാണ് പുതു മണവാട്ടിയെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. ഉറക്കമായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ടിരുന്ന. അതിന് കുറച്ച് കഴിഞ്ഞ് നിൽക്കൂ ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നേരെ പോവാണ്. പോയിട്ട് പെട്ടി തുറന്ന് ആ റബ്ബർ എടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതിന് വേറെ റബ്ബർ വൈഫ് എന്നാണ് വെച്ചാൽ കല്യാണം എന്ന് പറയുന്ന ഒന്നിനെ ഇത് സറ്റയറായിട്ട് അതിങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. റബ്ബർ വൈഫ് എന്ന് പറയുന്ന ഒരു കവിത. ഇങ്ങനെ കുറെ അധികം സറ്റയറായിട്ട് മാത്രം കവിതകൾ ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ കടന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് വരും. ഇപ്പൊ പെണ്ണുങ്ങൾ എഴുതുമ്പോൾ ഉള്ള ഈ വാക്കുകളുടെ ഒരു കാര്യം കൂടി പറഞ്ഞത്, അപ്പൊ അത് ഞാൻ ഏറ്റവും സ്ട്രോങ് ആയി വായിച്ചിട്ടുള്ളത് ചില തമിഴ് കവിതകളാണ്. ആ തമിഴ് കവിതകൾ ഒന്ന് ഇപ്പൊ ലീന മണിമേഖലയുടെ ഒരു കവിത എന്ന് പറയുന്നത്, ആ കവിതാ സമാഹാരത്തിന്റെ പേരാണ് കൂത്തിച്ചികളുടെ റാണി എന്നാണ്. ആ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ആണ് DC ബുക്സ് ഇറക്കിയത്. എൻ രവിശങ്കറാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പരുത്തയും തമിഴിലത് പരുത്തയും കിട്ടുന്നില്ല പേര്, പക്ഷെ മലയാളത്തിലെ പേര് കൂത്തിച്ചികളുടെ റാണി എന്നാണ്. സത്യത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, മലയാളത്തിൽ ആരെങ്കിലും അങ്ങനെ ഒരു പുസ്തകത്തിന് പേരിടും? ഇടത്തില്ല. അല്ല, ഇട്ടുകൂടായികയില്ല കേട്ടോ, ഞാൻ പറയാം ഇട്ടുകൂടായികയില്ല. പക്ഷെ എന്റെ അറിവിൽ ഇന്നേവർ അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും ഉണ്ടല്ലോ. ഇപ്പൊ കൂത്തിച്ചികളുടെ റാണി എന്ന് പറഞ്ഞ് അവരെഴുതി. അതിനകത്ത് ഒരു കവിത, ആദ്യ കവിതയുടെ പേര് തേവിടിച്ച് എന്നാണ്. ഞാൻ പറയാണ് നിങ്ങളുടെ അടുത്ത്, അവരിങ്ങനെ ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതെ വച്ചിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെ എടുത്ത് അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ, അമ്മ എന്നെ തേവിടിച്ച് എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വയസ്സ് 9, ഉള്ളാടകളില്ലാതെ പുറത്തിറങ്ങി എന്നതായിരുന്നു കാരണം. അമ്മയാണ് എന്നെ വിളിച്ചത്. നമ്മുടെ സങ്കല്പത്തിൽ അമ്മ എന്ന് പറയുമ്പോൾ മക്കളെ കെയർ ചെയ്യുന്ന, മക്കൾ തിരിച്ച് കെയർ ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ അവര് ഒരു സത്യം പറയാണ്, അമ്മയാണ് എന്നെ ആ തുടക്കത്തിൽ അങ്ങനെ ഒരു വാക്ക് വിളിച്ചത്. ഞാൻ എന്താ പറയാ, അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വസ്ത്രം ധരിച്ച് ഞാൻ പുറത്തിറങ്ങി എന്നുള്ളതായിരുന്നു ആദ്യത്തെ കാരണമെന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില തെറിപ്പദങ്ങൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ, ജുഗുപ്സാവഹമായ പദങ്ങൾ, ഈ പദങ്ങളെയൊക്കെ നമ്മുടെ കവിതയ്ക്കകത്ത് എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തുപയോഗിക്കുന്ന അവർക്ക് അസാധാരണമായ ചില ധൈര്യം ഉണ്ട് അവർക്ക് അതെടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അത് വെറുതെ എടുത്ത് ഉപയോഗിച്ച് കളയുക എന്നല്ല, കോണ്ടക്സ്റ്റിന് അനുസരിച്ച് അത് കൃത്യമായി. അതുകൊണ്ടാണ് അവർ ആ സമാഹാരത്തിലെ മിക്ക കവിതകളും ഒരുപക്ഷെ സ്ത്രീകളുടെ ലിംഗ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുന്ന കവിതകളാണ്. ലിംഗസ്വത്വത്തെ പറ്റി, ലൈംഗിക സ്വത്വത്തെ പറ്റി ഒക്കെ തന്നെ ആവിഷ്കരിക്കുന്ന കവിതകളാണ് കൂത്തിച്ചികളുടെ റാണി എന്ന് പറയുന്ന ലീന മണിമേഖല. ഇപ്പൊ രണ്ടാമത്തെ സമാഹാരം മലയാളത്തിൽ വന്നിട്ടുണ്ട് അവരുടെ, ചിച്ചിലി എന്ന് പറയുന്ന സമാഹാരം. അത് നല്ല രസകരമായിട്ടുള്ള സമാഹാരമാണ്. ആ സമാഹാരം കൂടി വായിക്കണം. അത് മുന്നത്തെ സമാഹാരം പോലുള്ള കവിതകളെ അല്ല. ഈ കവിതകൾ വേറെ രീതിയിൽ മാറി, കവിതയ്ക്ക് വേറൊരു സൗന്ദര്യം വന്നു, മറ്റു വിഷയം കൈകാര്യം ചെയ്ത പോലുള്ള കവിതകളെ അല്ല ചിച്ചിരി എന്ന് പറയുന്ന കവിത. അതുകൂടി നിങ്ങൾ വായിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ മാധവിക്കുട്ടിയുടെ ഒരു കവിത, ഇംഗ്ലീഷ് കവിത, ട്രാൻസ്ലേറ്റ് ചെയ്തത് സച്ചിമാഷ്. ആ കവിത എന്ന് പറഞ്ഞാൽ അവർ 64-ാമത്തെ വയസ്സ്. അവരതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഇത്ര നാളും എന്നെ ശ്വാസം മുട്ടിച്ചത് എന്റെ സമൂഹത്തിന്റെ വിലക്കുകളല്ല, എന്റെ ബ്രായാണ് എന്നാണ്. ഞാൻ വെറുതെ ഇങ്ങനെ പറയാണ്. ഇത് സ്ത്രീകളെ സത്യത്തിൽ ഇത് എങ്ങനെ മാധവിക്കുട്ടി എഴുതി വെച്ചേ, ഇത്ര നാളും എന്നെ ശ്വാസം മുട്ടിച്ചത് സമൂഹത്തിന്റെ വിലക്കുകളല്ല, എന്റെ ബ്രാ ആണ് എന്ന് പറഞ്ഞിട്ട് അവസാന കാലത്ത് അത് മാധവിക്കുട്ടിക്ക് എങ്ങനെയാണ് എഴുതാൻ ഇത്രയും ധൈര്യം വരുന്നത്? ആ ധൈര്യത്തിലൂടെ നമുക്ക് കൂടി നമ്മുടെ എഴുത്തുകൾക്ക് അങ്ങനെ മാറാൻ സാധിക്കാത്ത എന്നുള്ളത്. അത് വെച്ചാൽ പെണ്ണുങ്ങളുടെ എഴുത്തിന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒട്ടുമിക്ക മലയാള കവിതകളും മാറ്റം വരിക്കുമ്പോൾ ഒരുപക്ഷെ ചില കവികൾ ഇങ്ങനെ സൃഷ്ടിക്കുന്ന ചില പദങ്ങളിലൂടെ നമ്മൾ എന്താണെന്നുള്ളതിന് ഒരു കൊളുത്തിപ്പിടിക്കുന്ന ഒരു പിടുത്തം ഉണ്ടല്ലോ. കാരണം ഈ സമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. എനിക്കറിയാം, ഞാൻ കവിത എഴുതിയാൽ ഈ പദം ഉപയോഗിക്കത്തില്ല, നിങ്ങൾ എഴുതിയാലും ഉപയോഗിക്കത്തില്ല. ഇപ്പം മറ്റേ കുരീപ്പുഴ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ കവിതയ്ക്കകത്ത് ഞാൻ എന്താ 2 വട്ടമാണ് മുല എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത്, അല്ല ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് കുരീപ്പുഴ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് സത്യത്തിൽ നമ്മൾ ഇത്തരം പദങ്ങൾ നമ്മൾ എങ്ങനെ അത് സ്ത്രീ കവിതകൾ, തമിഴിലെ സ്ത്രീ കവിതകളുടെ ഒരു പ്രത്യേകത പറയാനായിട്ട് ഞാനെന്ന് പറയും. ഇപ്പൊ മലയാളത്തിൽ പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരം എന്ന് പറഞ്ഞ VM ഗിരിജയച്ചിയുടെ ഒരു കവിത. സത്യത്തിൽ ആ കവിത കുറെ ചോദ്യങ്ങളാണ്. നമ്മളൊക്കെ ആ കവിത വായിക്കണം. അതെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരം, ആ പാതിരാ നേരത്തിലെ പാതിരാ കുന്നെങ്ങനെ ഇരിക്കും, നമ്മുടെ റോഡ് എങ്ങനെ ഇരിക്കും, നിങ്ങൾ കണ്ടിട്ടില്ലാത്തതാണ് ഈ പാതിരാ നേരത്തെ നടത്തം, പാതിരാ നേരത്തെ ആ പാതിരാ നേരം എങ്ങനെ ആയിരിക്കും, ഒരുപാട് ചോദ്യമാണ്. സത്യത്തിൽ അത് മലയാളത്തിൽ എടുത്ത് വായിക്കേണ്ടതിനെ കവിത ഇങ്ങനെ ചോദ്യങ്ങൾ കൊണ്ട് മാത്രം, കാരണം അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അപ്പൊ എനിക്കല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് കുറച്ചുകൂടി ആ ഒരു ആഖ്യാന കർത്തൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും.
ഈ പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരം എന്ന് പറയുന്നത് ആ പാതിരാ നേരത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആ കവിത. പ്രതിഷ്ഠ എന്ന് പറയുന്ന സാവിത്രി രാജീവന്റെ കവിത. അടുക്കളയിൽ അരഞ്ഞു തീരുന്ന ഒരു വീട്ടുപകരണമാണു ഞാൻ. നടക്കുന്നതിനാൽ കിടക്കുകയും കിടക്കുന്നതിനാൽ ശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വീട്ടുപകരണം എന്ന് പറയുമ്പോൾ ഈ അടുക്കളയിൽ അരഞ്ഞു തീരുന്ന വീട്ടുപകരണമാണെന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. ഒരാണിന് എങ്ങനെയാണ്? അയാൾ അത് സത്യമല്ലല്ലോ. അടുക്കളയിൽ അരഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ എന്നൊരാണിന് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? അത് എഴുതാൻ, അതാണ് സത്യത്തിൽ ഈ ഹെലൻ സിക്സു പറയുന്നത് പോലെ ഇങ്ങനെ ഇപ്പൊ എന്താ പറയാ, ആണുങ്ങളുടെ ഇപ്പൊ അലീഷ്യ ഓസ്ട്രിക്കർ പറയുന്നുണ്ട് സ്റ്റീലിംഗ് ദ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആണുങ്ങളുടെ ഭാഷയെ മോഷ്ടിച്ചുകൊണ്ടാണ് പെണ്ണുങ്ങൾ എഴുതേണ്ടതെന്ന് പറയുന്നത്. പക്ഷെ ഹെലൻ സിക്സ് പറയുന്നത് ആണുങ്ങളുടെ ഭാഷയല്ല, പെണ്ണുങ്ങളുടേതായ ഒരു ഭാഷ ഉണ്ടാക്കും കവിതയ്ക്കകത്ത്. ആണുങ്ങളുടെ ഭാഷയെ മോഷ്ടിക്കേണ്ടതില്ല. ആ പെണ്ണുങ്ങളുടെ ഭാഷയുടെ ഇതാണ് ഞാൻ പറയുന്നത്. അത് ചിലർക്ക് ഇത് എഴുതാൻ പറ്റും. ഇപ്പം ഈ ലീന മണിമേഖലയുടെ കവിതയ്ക്കകത്ത് സ്ത്രീയെ മോശക്കാരായി കാണിക്കാൻ ഏത് പദമാണോ ഉപയോഗിച്ചിരുന്നത് ആ പദത്തെ തന്നെ തിരിച്ചുപയോഗിച്ചുകൊണ്ട് കവിതയ്ക്കകത്ത് അവര് ഈ പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏത് ഉൾവസ്ത്രങ്ങളെ കുറിച്ചാണോ സംസാരിക്കാൻ പാടില്ലെന്ന് സ്ത്രീകൾ സംസാരിച്ചാൽ മോശമാണെന്ന് കരുതിയിരുന്ന ആ ഉൾവസ്ത്രത്തിന്റെ പേര് തന്നെ കവിതയ്ക്കകത്ത് ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുകയാണ് മാധവിക്കുട്ടി. അതുകൊണ്ടാണ് മാധവിക്കുട്ടിയെ പോലുള്ള ഒരാൾക്ക് മാത്രം എന്റെ കഥ പോലെയുള്ള ഒരു 1979 മലയാള നാടിൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത്. ഇന്ന് നമുക്ക് കുറച്ചുകൂടി ഇതുണ്ട്. അതിനുശേഷം ഉണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. അത് എന്റെ കഥ എന്ന് പറയുമ്പോൾ അത് എന്റെ ജീവിത കഥയല്ല എന്ന് മാധവിക്കുട്ടി തള്ളി പറഞ്ഞത് നമുക്കറിയാം. ആ രീതിയിലുള്ള ഇത്, കാരണം അത്രയും ധൈര്യത്തോടു കൂടി വാക്കുകൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ഈ വാക്ക് ഉപയോഗിച്ചാൽ ഉറപ്പായിട്ട് സമൂഹം എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ കാണാം. മാധവിക്കുട്ടി അനേഷം അവരുടെ അനുഭവക്കുറിപ്പിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ സമ്മേളനങ്ങൾ ഉണ്ടാകും, അപ്പൊ ഒന്നും എന്ത് ചെയ്യത്തില്ല, എന്നെ ക്ഷണിക്കത്തില്ല. കാരണം ഞങ്ങളുടെ കസിൻസ് എല്ലാവരും ഒത്തുകൂടുന്ന സമയങ്ങളിൽ അവരെന്നെ ക്ഷണിക്കില്ല. ഇനിയിപ്പോ ഞാൻ അവിടെ പോയാൽ തന്നെ അവരെന്തെങ്കിലുമൊക്കെ, ഞാൻ ഇല്ലാത്തപ്പോ അവര് കൂടിയിരുന്ന് എന്നെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരിക്കും എന്നാണ്. നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ മാധവിക്കുട്ടി വലിയ ആളാണ്, നഷ്ടപ്പെട്ട നീലാംബരിയൊക്കെ വായിക്കുമ്പോൾ വലിയ ആളാണ്. അപ്പൊ അവരനുഭവിച്ച മാനസിക വ്യഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുന്നു ഒരൊറ്റ കാര്യം മാത്രം. ഈ കവിതയിൽ പറയുമ്പോഴേ കഥയ്ക്കകത്തും ചിലപ്പോഴൊക്കെ ഇത്തരം ചില പോയിറ്റിക്കായിട്ട് ചില വാക്കുകളുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഇത് മാത്രം പറയാം. അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകം എന്ന് പറയുന്നത് നഷ്ടജാതകം എന്ന് പറയുന്ന പുനത്തൂർ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥാപരമായ കുറിപ്പുകളാണ്. അപ്പൊ നഷ്ടജാതകത്തില് പുനത്തൂർ കുഞ്ഞബ്ദുള്ള പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞു, ഞാനും ഭാര്യയും കൂടി താമസിച്ചു, ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം തന്നെ എനിക്ക് എന്ത് ചെയ്യണം, ഡോക്ടറായിട്ട് ഇങ്ങനെ അലഹബാദിലേക്ക് തിരിച്ചു പോകണം. പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അലഹബാദിലേക്ക് എനിക്ക് തിരിച്ചു പോകണം. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോവാണ്. 1 മാസം കഴിഞ്ഞ് അവളുടെ കത്ത് വന്നു, അവള് ഗർഭിണിയാണെന്ന്. എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ അവിടെ വീട്ടിൽ കഴിഞ്ഞ തവണ പോയതാ, അവിടെ പോയി കല്യാണം കഴിച്ചു. ഇപ്പൊ അവളെ കത്തയച്ചൊരു ഒറ്റ സ്നേപ്പിൽ ഒരു സിനിമാ പടം മുഴുവൻ പിടിച്ചതുപോലെ എന്നാണ് കുഞ്ഞബ്ദുള്ള പറയാണ്. ഒറ്റ സ്നേപ്പിൽ ഒരു സിനിമാ പടം മുഴുവൻ പിടിച്ചു, ഇനി വേറെ ഒന്നുമില്ല, കല്യാണമായി കുഞ്ഞായി ഒക്കെ സെറ്റാ എന്ന് പറയുന്നത്. അതേ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഈ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ അവിടെയാണെങ്കിൽ എന്നിട്ട് രാവിലെ അവിടുത്തെ തെരുവിൽ ചില റൂറൽ ഏരിയയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു ഡോക്ടറായിട്ട്. അപ്പൊ രാവിലെ ആ തെരുവിലൂടെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോഴേ നല്ല തമിഴ് കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ ബാത്റൂമിലൊക്കെ പോയി ഇങ്ങനെ ഇതായിട്ട് നിൽക്കും, കുഞ്ഞുങ്ങളുടെ അമ്മ. അപ്പൊ അയാൾ പറയാണ്, മഞ്ഞ പ്രസാദം പോലെ കുഞ്ഞുങ്ങളുടെ അമേധ്യം. ആലോചിച്ചു, ആ കുഞ്ഞുങ്ങൾ അപ്പിയിട്ട് നിരത്തിയിട്ടിരിക്കുന്ന, അപ്പൊ മഞ്ഞ പ്രസാദം പോലെ കുഞ്ഞുങ്ങളുടെ അമേധ്യം എന്നാണ് പറയുന്നത് വാക്കുകൾ. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ആത്മകഥാ സമാനമായ യാത്രാവിവരണത്തിന്റെ പേര് എന്താണ്? മക്കയിലെ നിലാവും മൂകാംബികയിലെ കുളിരും എന്നാണ്. നമ്മൾ ആലോചിച്ച് മക്കയും മൂകാംബികയും കണ്ട, ആ മക്കയിലെ നിലാവും മൂകാംബികയിലെ കുളിർ, ഇങ്ങനെയുള്ള ചില ടൈറ്റിലുള്ള കവിത ഇപ്പം PN ഗോപകൃഷ്ണൻ ഇന്നലെ ഇവിടെ സംസാരിക്കും. അതായത് ഇതിന്റെ ആദ്യ കവിതാ സമാഹാരത്തിന്റെ ടൈറ്റിൽ മടിയരുടെ മാനിഫെസ്റ്റോ എന്നാണ്. മടിയരുടെ മാനിഫെസ്റ്റോ. അൻവർ അലിയുടെ ഒരു കവിതാ സമാഹാരത്തിന്റെ പേര് വാക്ക് കൊടുക്കണം, ആടി ആടി അലഞ്ഞ മരങ്ങളെ എന്നാണ്. ആടി ആടി അലഞ്ഞ മരങ്ങളെ എന്നാണ്. MR വിഷ്ണുപ്രസാദിന്റെ കവിതാ സമാഹാരം ആണിറച്ചി എന്നാണ്. ആണിറച്ചി എന്നിട്ട് മറ്റേ വിഷ്ണുപ്രസാദിന്റെ ഒരു MR അല്ലാത്ത വിഷ്ണുപ്രസാദ് ഉണ്ടല്ലോ, ആ വിഷ്ണുപ്രസാദ് നട്ടുച്ചകളുടെ പാട്ട് അഥവാ മീൻ പൊരിക്കുന്ന മണം എന്നാണ് ഒരു കവിതാ സമാഹാരത്തിന്റെ പേര്. കവിതാ സമാഹാരത്തിന് പേര് കൊടുക്കുക. വേറെ ഈ അനിത തമ്പിയുടെ കവിതാ സമാഹാരത്തിന്റെ പേരെന്ന് പറയുന്നത് ആലപ്പുഴ വെള്ളം എന്നാണ്. നമ്മൾ സത്യത്തിൽ ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ ആ ടൈറ്റിലെങ്കിലും ഗംഭീരം. ഇപ്പൊ അമ്മൂദീപയുടെ സമാഹാരം, ഇപ്പൊ രണ്ടാമത്തെ കവിതാ സമാഹാരത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. കരിങ്കുട്ടി രണ്ടാമത്തെ കവിതാ സമാഹാരം ഇത് ഒരു പേരാണ്, പക്ഷെ അത് രസകരമായ ഒരു പേരാണ്. അപ്പൊ അത് നമ്മൾ ആ രീതിക്ക് കവിത ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ടൈറ്റിൽ തൊട്ട്
നിങ്ങൾ കവിതയിൽ അതിന്റെ കവിതാ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് അവസാനിപ്പിക്കുമ്പോൾ അതിനകത്ത് ചോദ്യം ഉപയോഗിക്കുമ്പോൾ ആ ചോദ്യത്തിന് അതിനകത്ത് ഉത്തരമുണ്ട് നിങ്ങളെ ഘടന നിർമ്മിക്കുമ്പോൾ ഒക്കെ തന്നെ ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഉപയോഗിക്കുന്ന വാക്കിനെ കുറിച്ച് കുറഞ്ഞ പക്ഷം നിങ്ങൾക്കെങ്കിലും നല്ല ധാരണ വേണം. ആ ധാരണ ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് ഈ COVID-19 വന്നപ്പോഴത്തേക്കും ഞാൻ മലയാളത്തിൽ ഫേസ്ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് കവിതകൾ ഞാൻ വായിച്ചു. എൻ്റെ അറിവിലൊരു 10-22ഓളം കവിതകൾ ഞാൻ കോവിഡുമായി ബന്ധപ്പെട്ടു. കാരണം അന്നാണ് ക്ലബ് ഹൗസ് വരുന്നത്. നമ്മളിപ്പോൾ കോവിഡ് കവിതയെ കുറിച്ച് തന്നെ ഒരു കവിയരങ്ങൊക്കെ നടന്ന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ആൾക്കാർ അതിനു വേണ്ടി എഴുതിയതായിരിക്കും. അപ്പൊ COVID-19 കോവിഡ് എന്തൊക്കെ പറഞ്ഞു. ഇപ്പം കോവിഡ് ഒരു മഹാമാരിയായിരുന്നു, നമ്മളെയൊക്കെ ഇരുത്തി കളഞ്ഞു. പക്ഷെ ഇന്ന് നിങ്ങൾ അത് തിരിഞ്ഞൊന്ന് നോക്കിക്കേ. നമ്മൾ നോക്കുമ്പോൾ അത് വലിയ മനുഷ്യൻ അതിനേക്കാൾ വലിയ ക്യാൻസർ ബാധിക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അത് വളരെ നിസ്സാരമല്ലേ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് എന്താണെന്ന് കേൾക്കുമ്പം തന്നെ എടുത്തു വെച്ച് കവിത എഴുന്നേറ്റ്. മലയാളത്തിൽ അങ്ങനെ നോവലേ ഉണ്ടായിട്ടുണ്ട്. അതാണ് തമാശ. നിങ്ങളിപ്പോ കേടുന്നേ AI വന്നു. AI കുറിച്ച് മലയാളത്തിൽ കവിതകളുണ്ട്. ഈ AI എന്താണെന്ന് അവർ കേട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. പിന്നെ ഒരു കവിത അങ്ങ് കാച്ചാം. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. നന്നായി വായിക്കുക, മനസ്സിലാക്കുക. ഒരു മലയാളത്തിലൊരു സന്ദേശകാവ്യം ഉണ്ടായിട്ടുണ്ട്. ആ സന്ദേശകാവ്യത്തിന്റെ പേര് മയൂര സന്ദേശം എന്നാണ്. അത് എഴുതിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരളവർമ്മയുടെ അമ്മാവനായിരുന്ന രാജാവ് അദ്ദേഹത്തെ ശിക്ഷിച്ച്, അദ്ദേഹം എന്തോ ഇഷ്ടക്കേട് കാണിച്ചതിന് അദ്ദേഹത്തെ ശിക്ഷിച്ച് ഹരിപ്പാട് കൊട്ടാരത്തിൽ കൊണ്ടാക്കി. അദ്ദേഹം കുറെ കാലം അവിടെ താമസിച്ചു. അദ്ദേഹത്തിന് ഭാര്യയെ കാണാൻ കഴിയുന്നില്ല. ഭയങ്കര സങ്കടം വന്നു. ആ സങ്കടമൊക്കെ വന്ന് അദ്ദേഹം അവിടെ ജീവിച്ച് ആ ശിക്ഷാകാലമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് പിന്നെയും കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞാണ് ആ ശിക്ഷാകാലത്തെ ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മയൂര സന്ദേശം എന്നൊരു കവിത എഴുതുന്നു. കവിതയ്ക്കകത്ത് വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ അത്ര കണ്ട അവധാനത വേണം. നിങ്ങൾ പെട്ടെന്ന് ഉപയോഗിച്ച് പെട്ടെന്ന് എഴുതി തീർക്കുന്ന കവിത. ഒരു പക്ഷെ കാലത്ത്, ഞാൻ ഇന്നലെ പറഞ്ഞു, അടിയന്തരാവസ്ഥയെ പറ്റി ഒരുപാട് കവിതകൾ ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം ഒരു ഹിസ്റ്റോറിക്കൽ റെഫറൻസ് എന്നതിനപ്പുറം അത് സമകാലികമായി നിൽക്കാൻ നമുക്ക് പലപ്പോഴും ഇതാണ്. പക്ഷെ നാവുമരം എന്ന് പറയുന്ന സച്ചിദാനന്ദന്റെ കവിതയുണ്ട്. അത് അടിയന്തരാവസ്ഥ കാലത്താണ് എഴുതപ്പെട്ടിരുന്നതെങ്കിലും ഒരുപക്ഷെ മോദി ഭരിക്കുന്ന വർത്തമാനകാല ഇന്ത്യയിലും ആ കവിത എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഹേ ദില്ലി, ഏതോ ശ്മശാന മൂകത മൂടി പുതച്ച് നിൽക്കുന്നു നിന്നെ എന്നാണ് ONV സാറ് ഹേ ദില്ലി എന്ന കവിതയിൽ എഴുതിയത്. അടിയന്തരാവസ്ഥയ്ക്കാണ് എഴുതുന്നത്. പക്ഷെ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം ഇന്നുണ്ടാകുന്ന ഡൽഹിയിലെ കുതികാൽ വെട്ടുകള്, കുതിര കച്ചവടങ്ങള്, ഭരണ അട്ടിമറികള്, സമരങ്ങള്, ഇതിന്റെ എല്ലാ കനത്തിൽ നമുക്ക് വായിക്കാം. കർഷക സമരം നടക്കുമ്പോഴും നമുക്ക് വായിക്കാം ഹേ ദില്ലി, ഏതോ ശ്മശാന മൂകത മൂടി പുതച്ചു നിൽക്കുന്നു നിന്നെ എന്ന് വായിക്കാം. അങ്ങനെ കാലാതിവർത്തിയായി മാറ്റാനുള്ള ഒരു മാറ്റം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടംപററി വിഷയത്തിൽ അതിനെ ഡയറക്റ്റായിട്ട് അഡ്രസ് ചെയ്ത് കിടന്നാൽ അത് കാലത്തിന്റെ കെട്ടി നിർത്തലിൽ നിൽക്കും. നമുക്ക് വേണ്ടത് അത് കടന്നു പോകേണ്ടതാണ്. നന്ദി.